കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ നിർമ്മാണ ആലോചന ആരംഭിച്ചത് 2009 എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിന്നീട് അതേ കാലയളവിൽ ഞാൻ ഒരു സ്വല്പം പുറകോട്ട് പോകുന്നത്, ആ കാലയളവിൽ വളരെ നിസ്സാരമായൊരു തുകയാണ് ബൈപ്പാസിന് നിർമ്മാണത്തിന് മാറ്റിവെച്ചത്. മാത്രമല്ല പിന്നീട് ബൈപ്പാസിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്രമം അന്ന് നടപ്പാക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഒരു നിയമമായിരുന്നു. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് അത് കൃത്യമായി അതിൻ്റെ ചട്ടങ്ങൾ പാലിച്ചില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ വ്യക്തികൾ, അതിൻ്റെ ബന്ധപ്പെട്ട അന്നത്തെ വസ്തു ഉടമസ്ഥന്മാർ കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട കോടതി ഇത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതിന് നടപടികൾ സ്റ്റേ ചെയ്തു. ആ സമയത്ത് ഞാൻ കാഞ്ഞിരപ്പള്ളിയിലെ MLA അല്ല. അന്ന് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൻ്റെ അതിർത്തി മറ്റൊരു രീതിയായിരുന്നു. പക്ഷേ 2011 ഞാൻ MLA ആയി കടന്നു വരുന്ന സമയത്ത് ഇത് കോടതിയിൽ സ്റ്റേ ആയിരുന്നു. നിരന്തരമായ നിയമ പോരാട്ടത്തിലൂടെയാണ് കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ വിധി നമുക്ക് സമ്പാദിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതാണ്ട് വലിയൊരു കാലയളവ് നഷ്ടപ്പെട്ടു പോയത്, ഈ കാലദൈർഘ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുകൊണ്ടാണ്, കാലദൈർഘ്യം നഷ്ടപ്പെട്ടു പോയത് കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ളൊരു കാര്യമായിരുന്നു. അതിനുശേഷം കോടതി നമുക്ക് അനുകൂലമായ വിധിയുണ്ടായി, ഭൂമി ഏറ്റെടുക്കാനുള്ള അനുവാദം തന്നു. പക്ഷേ ആ സമയത്താണ് 2013 ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ ഫെയർ കോമ്പൻസേഷൻ ആക്ട് പാസ്സാകുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വസ്തു ഉടമസ്ഥന്മാർക്ക് കുറേ കൂടി മികച്ച രീതിയിലുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി. അതിൻ്റെ ചുവട് പിടിച്ച് സംസ്ഥാനത്തെ എല്ലാ ഗവൺമെൻറ്റുകളും അതിൻ്റെ ചട്ടങ്ങൾ പാലിക്കുകയും ചട്ടങ്ങൾ നിയമസഭ പാസ്സാക്കുകയും ചെയ്യണമെന്നുള്ള നിബന്ധനയുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇവിടെ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, ഇത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് വന്നതെന്ന് പറഞ്ഞു. 2013 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിന് കേരള ഗവൺമെൻറ്, അന്നത്തെ UDF ഗവൺമെൻറ് കാലത്ത് ചട്ടങ്ങൾ പാസ്സാക്കിയത് 2015 നവംബർ മാസത്തിലാണ്. ആർക്കും പരിശോധിക്കാവുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദീർഘമായ 2 വർഷത്തെ കാലാവധിയിൽ കേരളത്തിൽ ഒരു ഫലത്തും ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് നമ്മുടെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല, നിയമാനുസൃതമായ ചട്ടങ്ങൾ നടപ്പാക്കിയില്ല എന്നുള്ളതും അത് പാസ്സാക്കിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ 2 വർഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതിനു മുമ്പുണ്ടായിരുന്ന കാലാവധിയിൽ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട ദീർഘകാലം 4-5 വർഷക്കാലം അങ്ങനെ നഷ്ടപ്പെട്ടു. അങ്ങനെ 7 വർഷത്തിൻ്റെ കഥയുടെ പിന്നിൽ ഒരു കോടതി വ്യവഹാരവും ചട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുണ്ടായ കാലതാമസമാണ്. 2015 ശേഷം ഈ ചട്ടങ്ങൾ പാർലമെൻറ്റ് കേരള നിയമസഭ പാസ്സാക്കിയ ശേഷം രേഖകൾ പരിശോധിച്ച് അറിയാം, 1/1/2016 അന്നത്തെ ആദ്യത്തെ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനതല മിനിറ്റ്സിനകത്തെ ആദ്യത്തെ പ്രോജക്റ്റുകളിലൊന്ന് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസാണ്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് എടുക്കാൻ ഈ ചട്ടപ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നു. അത് ഫോർവേഡ് നോട്ടിഫിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. ഇതിനുശേഷമുള്ള അടുത്ത നടപടി 6-1 നോട്ടിഫിക്കേഷനാണ്. അതിനുശേഷമുള്ളത് 11-1 നോട്ടിഫിക്കേഷനാണ്. ഈ കാലയളവിലൊക്കെ ഈ നിയമത്തിൻ്റെ നിബന്ധന അനുസരിച്ച് കൃത്യമായ സമയ കാലാവധികൾ പാലിച്ചുകൊണ്ടല്ലാതെ ഏതെങ്കിലും കാരണവശാൽ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ വീണ്ടും കോടതിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടവും നമ്മൾ കൃത്യമായി വീക്ഷിച്ചാണ് 1500 ആധാരങ്ങൾ ഈ പ്രദേശത്തെ പരിശോധിച്ച് അതിൽ നിന്ന് 50 ആധാരങ്ങൾ കണ്ടെത്തി അതിൽ നിന്നാണ് ഇതിൻ്റെ വില തീരുമാനിക്കാനുള്ള നടപടിക്രമം. ഇതത്ര എളുപ്പമുള്ളൊരു ടൈമിൽ നടക്കുന്നൊരു കാര്യമില്ല. ഇത്ര ആധാരങ്ങൾ പരിശോധിക്കണം. 3 വർഷത്തിനുള്ളിൽ 2016 മുമ്പ് 3 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള എല്ലാ ആധാരങ്ങളും പരിശോധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാലതാമസം വീണ്ടും എടുക്കും. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഈ ഭൂമി എടുക്കാനുള്ള യഥാർത്ഥത്തിലുള്ള നോട്ടിഫിക്കേഷൻ, അതായത് 91 നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് 2 വർഷങ്ങൾ കൂടെ കടന്നുപോയി. ആ 2 വർഷത്തിന് ശേഷം കടന്നുപോയി ഭൂമി ഏറ്റെടുക്കാൻ ഉള്ള അപ്പോഴത്തേക്ക് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് 78 കോടി രൂപ 78.68 ഏക്കർ എത്രയും രൂപ 6-8 രൂപയാണ് നമുക്ക് ഭൂമി ഏറ്റെടുക്കാനായിട്ടും നിർമ്മാണത്തിനും വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചത്. കൃത്യമായ തുക ഞാൻ പറയാം, ഒരു സെക്കൻഡ്. പിന്നെ 78 കോടി 69,45,144 രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് അനുവദിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന് ഇപ്പോഴും ഈ സംസാരിക്കുന്ന സമയത്തും 78 കോടി രൂപയുടെ ഭരണാനുമതി നമ്മുടെ കൈവശമുണ്ട്.
അത്രയും പണമുണ്ട് ഇതിന് ബൈപ്പാസിന് പണി. അത് ഒരു അപ്രോക്സിമേറ്റായിട്ട് ഗവൺമെൻറ് തരുന്ന തുകയാണ്. കാരണം അത് കൃത്യമായ തുകയാകണമെന്നില്ല. ആ 78 കോടി രൂപ എക്സീഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ എവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം. അതിനുശേഷം ഭൂമി ഏറ്റെടുക്കുന്ന നടപടി പ്രകാരം നമുക്ക് ഈ വസ്തു ഉടമസ്ഥന്മാരുടെ നഷ്ടപരിഹാരം നമുക്ക് നൽകാനായിട്ട് തീരുമാനിക്കുന്നു. ആ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്തിൻ്റെയും സർവേ നമ്പർ വെച്ചുള്ള വില തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ച് 24 കോടി രൂപയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 24 പോയിൻറ്റ് സംതിങ് ഉണ്ട്. 24 പോയിൻറ്റ് സംതിങ് അത്രയാണ് തുക. അത്രയും കോടി രൂപയാണ് ഈ വസ്തു ഉടമസ്ഥന്മാർക്ക് ഭൂമി ഏറ്റെടുക്കാൻ കൊടുത്തത്. ഈ നടപടികളെല്ലാം പൂർത്തിയപ്പോൾ ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇതിൻ്റെ പിന്നാലെ തന്നെ നിന്നാണ് ഇത്രയും ഭൂമി ഏറ്റെടുത്തത്. ഭൂമി ഏറ്റെടുത്ത ശേഷം ഈ വർക്ക് ടെൻഡർ ചെയ്യുന്നു. ഈ വർക്ക് ടെൻഡറുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രപ്പോസലുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് ഇതാണ്. 26/5/2018 പ്രൊസീഡിങ്സാണ്. ഈ പ്രൊസീഡിങ്സ് പ്രകാരമാണ് 78 കോടി രൂപ അനുവദിക്കുന്നത്. അതിനുശേഷം നമുക്ക് ടെൻഡർ നടപടിയിലേക്ക് പോകുന്നു. അതിന് RBDCയെ അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഏൽപ്പിക്കുന്നു. ഇതിൻ്റെ ടെക്നിക്കൽ ഭാഗം എല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പായ റൈറ്റ്സിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ റൈറ്റ്സ് ഇതുമായി പ്രിപ്പയർ ചെയ്യുന്നു. RBDC അംഗീകാരം വാങ്ങിക്കുന്നു. കിഫിയിലേക്ക് വന്ന് കിഫി ഈ വർക്കിന് അപ്രൂവൽ തരുന്നു. അങ്ങനെ അപ്രൂവൽ തന്നതിന് ശേഷം പിന്നീട് 26 കോടി രൂപ 26,17,00,000 രൂപയ്ക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതലയുടെ മൊത്തം തുകയ്ക്ക് അനുവാദം തന്നത്. ടെക്നിക്കൽ സാങ്ഷൻ തന്നത് 26 കോടി രൂപ 26.17 കോടി രൂപയ്ക്കാണ്. ഇതാണ് ബൈപ്പാസിൻ്റെ മൊത്തം ചിലവെന്ന് പറയുന്നത്. അത് ഭൂമി ഏറ്റെടുത്ത് 24 കൂടാതെ ഈ പറഞ്ഞ 26.17 കൂടെ ചേർത്ത് 50,17,00,000 അല്ലെങ്കിൽ 51 കോടി രൂപയാണ് മൊത്തം നമുക്കിപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമായി വരുന്ന തുക. പക്ഷേ നമ്മുടെ കൈവശം 79 കോടി രൂപ കിടപ്പുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഇതാണ്. 79 കോടി രൂപ ഭരണാനുമതി നൽകിയിരിക്കുന്ന പ്രവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള മൊത്തം തുക ഭൂമി ഏറ്റെടുക്കാനും നിർമ്മാണ ചുമതലയും കൂടെയുള്ള മൊത്തം തുകയെന്ന് പറയുന്നത് ഈ പറഞ്ഞ 26+1.17 കോടിയും വസ്തുവിന് കൊടുത്ത 24 കോടി 50 കോടി അല്ലെങ്കിൽ 51 കോടി രൂപയെ ആകെ ചിലവുള്ളൂ. ബാക്കി കിടക്കുന്ന മുഴുവൻ തുകയും ഇതിൻ്റെ ഭരണാനുമതി തുകയായി കിടക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം പറഞ്ഞത് പണമില്ലാത്തത് കൊണ്ടാണ് ബൈപ്പാസിന് നിർമ്മാണം വൈകി എന്നുള്ള പറയുന്നതിനകത്ത് രേഖകൾ പരിശോധിച്ചാൽ 10 രൂപ മുടക്കിയാൽ ആർക്കും അറിയാം, അല്ലെങ്കിൽ ഞാൻ കൊടുക്കാം. രേഖകൾ പരിശോധിച്ചാൽ അറിയാം പണത്തിൻ്റെ അഭാവം എന്ന് പറയുന്നതിനകത്തില്ല. മാത്രമല്ല ഈ വർക്ക് ഏറ്റെടുത്ത കരാറുകാരൻ ഇതൊരു ഓപ്പൺ ടെൻഡറാണ്. ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം, ഇന്ത്യയിലെ ഏത് കമ്പനിക്കും ഇതിൽ പങ്കെടുക്കാം, ഏത് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പങ്കെടുക്കാം. ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു കരാർ വന്നു കഴിഞ്ഞാൽ ടെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രീ ക്വാളിഫിക്കേഷനാണ്. ഈ നിർമ്മാണ ചുമതല ഏറ്റെടുക്കാനുള്ള മുൻകാല അനുഭവങ്ങളും പരിചയങ്ങളും ഉണ്ടോ എന്ന് നോക്കും. ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത്രയും കമ്പനികളെ മാത്രം മാറ്റും. ആ കമ്പനികളുടെ കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ പ്രകാരമുള്ള ഫിനാൻഷ്യൽ ബിഡ് എന്ന് പറയുന്ന സാങ്കേതിക തുക എത്രയാണോ വെച്ചിരിക്കുന്നത് നോക്കും. ക്വാളിഫിക്കേഷനുള്ള കമ്പനികളുടെ സാങ്കേതിക ഫിനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആർക്കാണോ അവർക്ക് കൊടുക്കും. ഇതിനകത്ത് ഒരു ഗവൺമെൻറ്റിനോ ഒരു MLAക്കോ ഒരാൾക്കും ഇടപെടാൻ കഴിയില്ല. കാരണം ഇത് ഓപ്പണായി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനകത്ത് ഇനിയാളിന് കൊടുക്കണമെന്ന് നമുക്ക് പറയാനോ ഇടപെടാനോ പറ്റുകയില്ല. അങ്ങനെ വന്ന ഈ കമ്പനി, അങ്ങനെയാണ് ഇതൊരു ഗുജറാത്ത് കമ്പനി, ബാക്ക് ബോൺ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനി. അവർ വർക്കൊക്കെ ചെയ്യുന്നവരായിരിക്കാം. അവരിവിടെ വരുന്നു. അവർ 1.63% ബിലോ ആയിട്ട് ഈ വർക്ക് കോട്ട് ചെയ്യുന്നു ആകെയുള്ള എമൗണ്ടിൽ നിന്ന്. അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്ത് ഇവരായതുകൊണ്ടും ഊരാളുങ്കൽ കമ്പനി കോട്ട് ചെയ്ത് 24% എബോവായിരുന്നു. ഇവർ 1.63 ബിലോ ആയിട്ടും കോട്ട് ചെയ്തു. ആർക്ക് കൊടുക്കണം നിയമപരമായി? വേറെ ആർക്ക് കൊടുത്താൽ ഈ കമ്പനി കോടതിയിൽ പോകും. കാരണം ബിലോ ഉള്ളവന് കൊടുക്കാനാണ് രാജ്യത്തുള്ള നിയമം. ഇത് ഞാൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്നതോ സർക്കാർ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്ക് ബോൺ കൺസ്ട്രക്ഷൻ ഈ കമ്പനി കിട്ടുന്നു. പിന്നെ ഇവരുടെ മുൻകാല ചരിത്രം പരിശോധിച്ചില്ല എന്ന് പറഞ്ഞു. ഇവരുടെ മുൻകാല ചരിത്രമെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വഭാവമൊന്നും നമുക്ക് പരിശോധിക്കാൻ പറ്റുകയില്ല. സ്വഭാവം പരിശോധനയൊന്നും ഇതിനകത്തില്ല. ഒരു കമ്പനി കൃത്യമായി വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടോ, അവർക്കിത് മുൻകാല പരിചയമുണ്ടോ, എത്ര കോടി രൂപയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഏത് സ്വഭാവത്തിലുള്ള വർക്കാണെന്ന് മാത്രമാണ് പരിശോധിക്കുന്നത്. അതെല്ലാം ഇവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇവർക്ക് എല്ലാം ചെയ്തിട്ടുള്ള കമ്പനിയായിരിക്കാം. അങ്ങനെങ്കിൽ പിന്നെ അത് സ്വാഭാവികമായിട്ട് അവർ പരിശോധിക്കും. ഇതൊന്നും നമ്മുടെ ഒരു MLAയുടെ തലത്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളല്ല. ഈ ബാക്ക് ബോൺ കൺസ്ട്രക്ഷൻ ഞാനല്ല ഇവിടെ കൊണ്ടുവന്നത്. എനിക്ക് ഇവരെ ആദ്യമായിട്ട് കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ.
അങ്ങനെ അവർ വർക്ക് ഏറ്റെടുക്കുന്നു. വർക്ക് ഏറ്റെടുത്ത ശേഷം ഈ കമ്പനി 3/8 അതായത് 8-ാം മാസം 2023 8-ാം മാസം 3-ാം തീയതി ഇവർ ഗവൺമെൻറ്റുമായിട്ട് ഗിഫിയുമായിട്ട് എഗ്രിമെൻറ്റ് RBDC ആണ് എഗ്രിമെൻറ്റ് വെക്കുന്നത്. RBDC ആയിട്ടുള്ള എഗ്രിമെൻറ്റ് വെക്കുന്നു. ഈ എഗ്രിമെൻറ്റ് കാലാവധിക്ക് അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുക. ഇത് ഓപ്പൺ സാധനമാണ്. 1 വർഷത്തെ കാലാവധിയാണ് കൊടുത്തത്. ഈ വർക്ക് പൂർത്തീകരിക്കാനുള്ള ഏക സമയമെന്ന് പറഞ്ഞാൽ 1 വർഷത്തെ കാലാവധിയാണ്. ആ കാലാവധി എന്ന് പറയാം. അതിനുശേഷം ഭൂമി ഹാൻഡ് ഓവർ ചെയ്തു. 3/8/2023 ഇതിനുള്ള എഗ്രിമെൻറ്റ് വെക്കുന്നു. 10/8/2020 അതായത് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമി ഹാൻഡ് ഓവർ ചെയ്തു. 10/8/2023 പിന്നെ ഭൂമി അവരുടെ കയ്യിലായി. ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം ഇവർക്കുള്ള കാലാവധി കൊടുത്തിരിക്കുന്നത് 9/2/2025. 10/8/23 മുതൽ 9/2/2025 വരെയാണ് ഈ പണി പൂർത്തീകരിച്ച് തരാനുള്ള കാലാവധി എഗ്രിമെൻറ്റ് പ്രകാരം കമ്പനിക്കുള്ളത്. അതിനുള്ളിൽ കമ്പനി എഗ്രിമെൻറ്റ് വെച്ച് പൂർത്തീകരിച്ച് തരാം എന്നുള്ള സ്പെസിഫിക്കേഷൻ്റെ പുറത്താണ് അവരുമായിട്ടുള്ള ധാരണ. അതിൻ്റെ അർത്ഥം ബാക്ക് ബോൺ കമ്പനി 9/2/2025 കാലാവധി പൂർത്തീകരിക്കുമ്പോൾ ബൈപ്പാസിൻ്റെ പണി തീർക്കണം. ഞാൻ നിങ്ങളോടും ഇവിടുത്തെ ജനങ്ങളോടും 2025 പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ച ഡേറ്റ് അല്ല, അത് എഗ്രിമെൻറ്റ് പ്രകാരമുള്ള ഡേറ്റാണ്. ആ ഡേറ്റിനകത്ത് തീരുമെന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനതാ ചെയ്തത്, അതേ ഞാൻ പറഞ്ഞോളൂ. ഞാനൊരു കള്ളോ ഇതിനകത്ത് പറഞ്ഞില്ല. അപ്പോൾ എഗ്രിമെൻറ്റ് പ്രകാരം അവർ ബാധ്യസ്ഥരായതുകൊണ്ട് ചെയ്യുമെന്നുള്ളൂ. 9/2/2025 അതിൻ്റെ ഇടയിൽ ഒരുപാട് പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇവിടെ വർക്ക് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. ഒരു വലിയ പാറ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പാറ പൊട്ടിച്ച് മാറ്റേണ്ടി വന്നു. അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അത്രയും പാറയുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും ആ പാറ പൊട്ടിക്കാനുള്ള അനുവാദമെല്ലാം ജിയോളജിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തു. പാറ പൊട്ടിച്ച് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു. ആ നടക്കുന്ന സമയത്ത് പാറ പൊട്ടിക്കാൻ ഒരു കാലാവധി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ പാറ മുഴുവൻ പൊട്ടിച്ച് തീർന്നില്ല. അവിടെയും കുറച്ച് ലാഗ് ഉണ്ടായി. അപ്പം അതിനുശേഷം എക്സ്പ്ലോസീവ് ലൈസൻസിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ അവരോട് പറഞ്ഞു, ഇനി ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. പല മീറ്റിങ്ങുകളിൽ ഈ കരാറുകാരനെയും ബന്ധപ്പെട്ടവരെയും വിളിച്ച് ഞാൻ മാത്രമല്ല ഗിഫിയുടെ ബോർഡ് മീറ്റിങ്ങിലും ഗിഫിയായിട്ട് ബന്ധപ്പെട്ട യോഗങ്ങളിലും RBDC ലെവലിലും ഒക്കെ മീറ്റിംഗ് പലതവണയായിട്ട് എനിക്ക് തോന്നുന്നു ആ മാസത്തിൽ 2 മീറ്റിങ്ങിനും കൂടിക്കൊണ്ടായിരുന്നു. ഇതിങ്ങനെ പോകാൻ പറ്റുകയില്ല, ഞങ്ങളൊരു ഷെഡ്യൂൾ തരും, അതും പ്രകാരം വർക്ക് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു. മാത്രമല്ല ഈ കരാറുകാരനോട് നമ്മൾ പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും കാലാവസ്ഥ കാഞ്ഞിരപ്പള്ളിയിലെ മഴക്കാലത്ത് ഒരു പണി നടക്കുകയില്ല. അതിനകത്ത് ഒരു തൂണ് പണിയേണ്ടത് ചിറ്റാർപ്പുഴയ്ക്കകത്താണ്. അവിടെ തൂണ് പണിയണമെങ്കിൽ മഴക്കാലത്തിന് മുമ്പ് പണി തീർക്കണമെന്ന് പറഞ്ഞതാണ്. അതിനപ്പുറത്തിരിക്കുന്ന തൂണിന് ഇതേ പ്രോബ്ലമുണ്ട്. പിന്നെയുള്ള 2 എണ്ണമാണ് ഈ റോഡ് സൈഡിലുള്ളതും അതിൻ്റെ ഇപ്പുറത്തുള്ളതും. ഇവരെ ഇതുമായി ബന്ധപ്പെട്ട പാലത്തിൻ്റെ പണി തുടരാതെ പാറ പൊട്ടിക്കൽ മാത്രമായി അനന്തമായിട്ട് അങ്ങനെ നീണ്ട സമയത്ത് നമുക്കൊരു സംശയം തോന്നി, ഇത് പാറ പൊട്ടിക്കുന്ന പ്രക്രിയ മാത്രമായിട്ട് മാറുമോ? സ്വാഭാവികമായിട്ട് ഈ കാര്യത്തിൽ നമ്മൾ സൂപ്പർ സ്ട്രിക്റ്റായിട്ട് പിടിച്ചു. ഇനി തൂണിൻ്റെ പണി ആരംഭിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തൂണിൻ്റെ പണി ആരംഭിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിനകത്ത് ആദ്യം ഒരു അപാകത ഉണ്ടായി. ആദ്യത്തെ ഫൗണ്ടേഷൻ ഇവിടെ പണിത സമയത്ത് നിങ്ങളൊക്കെ കണ്ടു കാണും. അതിൻ്റെ നിയമപ്രകാരം എന്താണെന്ന് വെച്ചാൽ അത് ഡ്രില്ല് ചെയ്ത് ഭൂമിയിലേക്ക് ഡ്രില്ല് ചെയ്ത് ഇറക്കി, അല്ല പാറപ്പുറത്ത് ഡ്രില്ല് ചെയ്ത് ഇറക്കിയിട്ട് അതിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് മാത്രമേ അപ്പാർട്ട്മെൻറ്റ് പണിയാൻ പാടുള്ളൂ എന്നാണ് എഗ്രിമെൻറ്റിലെ വ്യവസ്ഥ. പക്ഷേ ഒരു ദിവസം ആദ്യത്തെ ദിവസം അവർ വന്ന് പരിശോധിച്ചപ്പോൾ ഈ പാറ തുറക്കാതെ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ പുറത്തോട്ട് കമ്പിയിട്ട് അപ്പാർട്ട്മെൻറ്റ് പണിയാൻ നോക്കും. അത് മുഴുവൻ പൊട്ടിച്ച് കളഞ്ഞു. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരു വശത്ത് ഒരു കോംപ്രമൈസ് നമ്മൾ തയ്യാറായിട്ടില്ല. ഒരു ചെറിയ കാര്യം പോലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാതെയാണ് മുമ്പോട്ട് പോയത്. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ട് ഇവിടെ സൈറ്റിൽ കൂടുതൽ മാനുവൽ ആൾക്കാരെ വെക്കണമെന്ന് പറഞ്ഞു, കൂടുതൽ മെഷീനറി വേണമെന്ന് പറഞ്ഞു. ആവശ്യമായിട്ടുള്ള എന്ത് സഹായവും ഗ്രാമപഞ്ചായത്തിൻ്റെ ചുറ്റും കൊണ്ടുപോയി പാറയിടാനായിട്ട് സമ്മതിച്ചു. അവർക്ക് അസൗകര്യം ഒരുപാടുണ്ടായിട്ട് പോലും അവർ സമ്മതിച്ചു. പഞ്ചായത്ത് പ്രസിഡൻറ്റ് നിരന്തരമായി ഇവരുമായിട്ട് ബന്ധപ്പെടുകയും പഞ്ചായത്ത് പ്രസിഡൻ്റ് നേതൃത്വത്തിൽ ഇവർക്ക് ഇവിടെ സ്ഥലം വിട്ടുകൊടുത്തു, ഇവിടെ അവർക്ക് പണിയാൻ വേണ്ടി. ഒരു കാര്യം കൂടിയുള്ളത്, ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നതിനകത്ത് ഇത്തരം പ്രോജക്റ്റുകൾക്കെല്ലാം ഉള്ള പ്രശ്നം ഇത് ഡിസൈൻ തയ്യാറാക്കേണ്ടതും, അതായത് പാലത്തിൻ്റെ ഡിസൈൻ ഉൾപ്പെടെയാണ്. കമ്പോണൻറ്റ് ബേസിലല്ല ഇതിൻ്റെ ടെൻഡർ. അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ ഡിസൈൻ തയ്യാറാക്കേണ്ടത് കമ്പനി തന്നെയാണ്, ഏറ്റെടുക്കുന്ന കമ്പനിയാണ് പാലത്തിൻ്റെ ഡിസൈൻ. ആ ഡിസൈൻ തയ്യാറാക്കിയിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും IITയിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചെങ്കിൽ മാത്രമേ പാലത്തിന് നിർമ്മാണത്തിന് അനുവാദം കൊടുക്കത്തുള്ളൂ. ആ സമയത്തൊക്കെ ഞാൻ ഈ കരാറുകാരോട് പറഞ്ഞു, ഒന്നുകിൽ അമൽജ്യോതി കോളേജുണ്ട്, ഇല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുണ്ട്, ഇല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജ് വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല ഞാൻ ഹിമാചൽ പ്രദേശിലെ IITയിൽ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. ഇപ്പോൾ അയാളുടെ ഡിസ്ക്രിപ്ഷനിൽ പെട്ട കാര്യം നമുക്ക് ഇടപെടാൻ പറ്റുകയില്ല. ഈ ഹിമാചൽ പ്രദേശിൻ്റെ പുറകെ പോയിട്ടൊരു 4-5 മാസം കളഞ്ഞു.
ആ ഡിസൈൻ അപ്രൂവ് ചെയ്യാതെ പാലത്തിൻ്റെ പണി തുടങ്ങാൻ പറ്റില്ല. അപ്പം തന്നെ പണി മുമ്പോട്ട് പോയി. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഇത് ശരിയായി, ഇങ്ങനെ പോയാൽ അങ്ങനെ മുമ്പോട്ട് പോകും. നമുക്കിതൊക്കെ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് വാങ്ങണം. 2 മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ എറണാകുളത്തിൽ നിന്നാണ് കമ്പി കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു ഈ ലോക്കലായിട്ടുള്ള പർച്ചേസ് പോലെ നടത്തി സാധനങ്ങൾ വാങ്ങിച്ച് എത്ര പ്രാവശ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞാനും കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ഗ്യാരണ്ടി ഇരിക്കാം ഈ സാധനം ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി ഇത് ചുമ്മാ ദിവസം രാവിലെ എറണാകുളത്തിൽ നിന്ന് വരുന്നു അവിടെ നിന്ന് വരുന്നു ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇവിടെ തൊട്ടടുത്ത് തന്നെ എനിക്ക് ഈ റോഡ് സൈഡിൽ തന്നെ ഇവിടെ മിക്സ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇടുക്കി മിക്സേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ആണെങ്കിൽ പെട്ടെന്ന് മെറ്റീരിയൽസ് കിട്ടും. ഈ സൈറ്റിലായിട്ട് എളുപ്പമുണ്ട്. ഇത് കാണിച്ച പരിപാടികളാണ്. അതിന് പകരം തിരുവല്ലയിലെങ്ങാണ്ട് പോയിട്ടാണ് മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത്. ക്വാണ്ടിറ്റി സമയത്ത് അറിയാം, ഒരു ലോഡ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ലോഡ് വരുന്നത്. ഇതൊന്നും ഒരു നിർമ്മാണ പ്രവർത്തനത്തിനകത്തെ ഒരു സുതാര്യതയില്ലാത്ത പണികളാണ്. ഇതൊന്നും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുകയില്ല. അതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമുക്ക് കമ്പനിയായിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള ഇടപാടുമില്ല. പക്ഷേ നടക്കുന്ന വർക്ക് വൃത്തിയായിട്ട് നടക്കണം. നിങ്ങൾ തന്നെ നോക്കണം. കാഞ്ഞിരപ്പള്ളിയിലെ വർക്കിൻ്റെ കാര്യത്തിൽ പരാതി പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. തൊട്ടപ്പോൾ ചെറുവള്ളിപ്പാലം പണിയുന്നുണ്ട്. ഒരു കരാർ ഇതിൻ്റെ ഡബിളാണ് 16 കോടി രൂപയുടെ വർക്കാണ് നടക്കുന്നത്. ഈ പാലത്തിൻ്റെ ആകെയുള്ള ചിലവെന്ന് പറയുന്നത് 7 കോടി രൂപ സംതിങ്ങേ ഉള്ളൂ. ഈ പാലത്തിൻ്റെ ആകെയുള്ള ചിലവ് അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് വലിയ സംഭവമൊന്നുമില്ല. ആ 7 കോടി പാലം പണിയാനായിട്ട് എത്ര കാലം വേണം? ചെറുവള്ളിപ്പാലത്തിൻ്റെ പണി നടക്കുന്നു. ഈ കഴിഞ്ഞ 3 മാസം എഗ്രിമെൻറ്റ് വെച്ച കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ വെച്ച് വേറൊരു പാലം വെള്ളാവൂർ പഞ്ചായത്തുമായിട്ട് കണക്ട് ചെയ്ത പാലം, ആ പാലത്തിൻ്റെ വർക്ക് അതീവ ഗൗരവമായി പ്രോഗ്രസ് നടക്കുക. വർക്ക് ഏറ്റെടുക്കുന്ന കരാറുകാരൻ വർക്ക് കൃത്യമായി ചെയ്തു തീർക്കുക എന്നുള്ള ജോലി അവൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാതിരുന്ന പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവനുമായിട്ട് പലതവണ ചർച്ച ചെയ്തു. എന്നിട്ട് അടുത്ത ഭാഗം കൂടെ 9/2/2025 കാലാവധി പൂർത്തീകരിച്ചു. അപ്പോഴും നമ്മൾ പറഞ്ഞു എങ്ങനെ ഇവനെ കൊണ്ട് ഈ വർക്ക് കരാറുകാരനെ കൊണ്ട് ചെയ്യിക്കാം, ഈ വേറൊരാളിനെ കൊണ്ടുവരുന്നതിൻ്റെ അസൗകര്യവും സമയമൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ പറ്റും. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമായിട്ടും ഗ്രാമപഞ്ചായത്തുമായിട്ടും ബന്ധപ്പെട്ടവരെല്ലായിട്ടും നമ്മൾ ആലോചിച്ച് ഞാൻ കിഫി ആയിട്ടും RBDC ആയിട്ടുള്ള മീറ്റിങ്ങിനകത്ത് ഞാൻ വീണ്ടും പറഞ്ഞു നമുക്കൊരു കാലാവധി നീട്ടിക്കൊടുക്കാം. അങ്ങനെ 30/6/2025 വരെ കാലാവധി നീട്ടിക്കൊടുത്തു. അതായത് കഴിഞ്ഞ ജൂൺ മാസം 30-ാം തീയതി വരെ കാലാവധി നീട്ടിക്കൊടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഷെഡ്യൂൾ തയ്യാറായി കൊടുത്തു, ഇന്ന വർക്കുകൾ തീർക്കണം. ഈ 3-4 അപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെയുള്ള മുകളിലേക്കുള്ള പില്ലറിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം. തുടർച്ച അതോടൊപ്പം തന്നെ ഇതിനെ മൂടി വെക്കുന്ന സ്ലാബുകളെല്ലാം പുറത്ത് ചെയ്തിട്ട് ലോക്ക് ചെയ്യുക. അത് ചെയ്യാനുള്ള സ്ഥലം തൊട്ടപ്പുറത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതേ സമയത്ത് ഈ പാലമണിയുടെ തൂണ് പണിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പാലത്തിൻ്റെ സ്ലാബ് പണിയാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. സ്ഥലം വിട്ടുകൊടുത്തു. തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് തന്നെ കാണാം. ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഒന്നുമില്ല. 4 പണിക്കാർ, ഏതാണ്ട് 4 പാട്ടയുടെ മുറിയും 4 പണിക്കാരും ഒരു JCB ആയിട്ട് പാലം പണിയാമെന്ന് എത്ര കാലം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കണം? ഈ ബൈപ്പാസ് തീരണ്ടേ? സഹി കേട്ടപ്പോൾ ഞാൻ മീറ്റിങ്ങിനകത്ത് പറഞ്ഞു ഈ കരാറുകാരനെ കൊണ്ട് മുമ്പോട്ട് പോയാൽ സമയത്തൊന്നും ഈ ബൈപ്പാസ് അടുത്ത 2 വർഷം കൊണ്ട് തീരുകയില്ല. അതുകൊണ്ട് ഇയാളെ ഒരു നടപടി ഉണ്ടാകണം. അങ്ങനെ വീണ്ടും അയാൾക്ക് നോട്ടീസ് കൊടുക്കുകയും അയാളോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അയാളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വളരെ മോശമായ റെസ്പോൺസാണ് ഉണ്ടായത്. അയാൾ ഈ വർക്ക് സമയബന്ധിതമായി തീർക്കുന്ന രീതിയില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഈ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു. നമുക്ക് അയാളെ മാറ്റാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് കരാറുകാരനെ മാറ്റുന്നത്. ഇത്രയും ശ്രമങ്ങൾ നടത്തിയ ശേഷം കരാറുകാരൻ്റെ ഭാഗത്തു നിന്ന് ഒരു നല്ല സമീപനം ഉണ്ടാകാതെ വന്നാൽ നമ്മളെന്താ ചെയ്യുന്നത്? പാറ പൊട്ടിക്കാൻ വേണ്ടി മാത്രം ഒരു കരാറുകാരൻ ഇവിടെ വന്ന് പാറ പൊട്ടിച്ചുകൊണ്ട് പോവുക. നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര ലക്ഷം രൂപയുടെ പാറയാണ് ഇവിടുന്ന് പുറത്ത് നമ്മൾ പൊട്ടിച്ച് കൊടുത്തത്. അതിൻ്റെ ഗവൺമെൻറ് ആ പൈസ കിട്ടും, അത് വേറെ കാര്യം. സർക്കാരിൻ്റെ RBDCക്കാണ് പൈസ പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും പാറ പൊട്ടിയിട്ട് മാത്രമല്ലോ ബൈപ്പാസ് നിർമ്മാണം. ഇതെല്ലാം നമ്മൾ പരമാവധി നമ്മൾ വിട്ടുവീഴ്ച ചെയ്തിട്ട് കരാറുകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു എന്താ പറയുക പദ്ധതി നടപ്പാക്കുന്നതിനുണ്ടായ ഒരു അപാകതയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇയാളുടെ മുൻകാല ചരിത്രമൊന്നും പരിശോധിച്ചു. നമുക്കിതിനകത്ത് അയാളുടെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ക്രെഡിബിലിറ്റിയും കാര്യങ്ങളും മുൻകാല വർക്കുകളും പരിശോധിക്കാനേ പറ്റത്തുള്ളൂ. ഇത് മാത്രമായിട്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എങ്ങനെ പരിശോധിക്കുന്നത്? പക്ഷേ ഇവിടെ വന്നപ്പോൾ അവർ ഈ വർക്ക് കുഴപ്പി. നമുക്ക് പിന്നെ വേറെ മുമ്പോട്ട് പോകാൻ മാർഗ്ഗമില്ല. അതുകൊണ്ട് കഴിഞ്ഞ 5-ാം തീയതി അതിന് ടെർമിനേഷൻ നോട്ടീസ് കൊടുക്കും. ടെർമിനേഷൻ നോട്ടീസിൻ്റെ കാലാവധി 20-ാം തീയതി അവസാനിക്കും. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇനി അയാൾ ചെയ്ത ഭാഗത്തിൻ്റെ ഇനി ഒരു കാര്യം കൂടി, ഇത് ഏറ്റവും വലിയ രസം, അയാൾക്ക് ബില്ല് പൈസ കിട്ടുന്നില്ലെന്നുള്ളതാണ്. അയാൾക്ക് 1 രൂപ കിട്ടാൻ പൈസ കൊടുക്കാണ്ട് ഏതാണെന്നറിയാമോ? അയാളുടെ EMD പണി അത് കൊടുക്കുകയില്ല, അത് കൊടുക്കാൻ പറ്റുകയില്ല. അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു പണമുണ്ട്. ഒരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വർക്കിന് ഡെപ്പോസിറ്റ് ഉണ്ട്. അതെന്തിനാ? വർക്ക് പൂർത്തീകരിച്ച് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ EMD പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ പൈസ കൊടുക്കണമെങ്കിൽ ഈ വർക്ക് തീരണം. അത് വേണമെന്ന് ഞാൻ അങ്ങനെ പറ്റുന്നത്.
ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കാര്യം കൂടിയുണ്ട്. ഞാൻ ഇതൊന്നും ശ്രമിക്കാതെ ഞാൻ വേറൊരു കരാറുകാരെ എത്രയും തീർക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെന്ന് അന്വേഷിച്ച് നടന്ന് 1-2 പേരെ ഞാൻ കണ്ടെത്തി. അവരോട് പറഞ്ഞ് നിങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കും, നിങ്ങൾ തമ്മിലൊരു പുറത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല, പുറത്തൊരു ധാരണയുണ്ടാക്കി അവരുടെ മെറ്റീരിയൽസും അവരുടെ സൗകര്യവും ഉപയോഗിക്കുക, അവർക്കൊരു കൊടുത്ത്, കാരണം നമുക്ക് ഈ ബൈപ്പാസ് ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി, ഇത് ആര് ചെയ്യുന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെ ധാരണ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം RBDC പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല, ഞങ്ങൾക്ക് കരാറുകാരനുമായിട്ട് ഏർപ്പാടുള്ളൂ, പക്ഷേ കരാറുകാരൻ ആരെങ്കിലും ഉത്തരവാദിത്വത്തിൽ ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്യും, മറ്റേ ക്വാളിറ്റിക്കകത്തൊന്നും മാറ്റം വരുത്താതെ ചെയ്യണമെന്നുള്ളത്. ആ ശ്രമവും ഞാൻ നടത്തി. ആ ശ്രമം നടത്തിയപ്പോൾ അയാൾ പറഞ്ഞ കാരണം എന്നാൽ അയാൾ പറഞ്ഞ ആവശ്യം എന്താണെന്ന് അറിയാം, ഈ കരാറുകാർ ആ ഡെപ്പോസിറ്റ് പൈസ ആദ്യം ഒരു അഡ്വാൻസായിട്ട് കൊടുക്കണം, ആരെയും തയ്യാറാവും, നടക്കുകയില്ലെന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ നോട്ടീസ് കൊടുത്തത്. സഹി കിട്ടും, കാരണം ഇത് നടപ്പാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രഖ്യാപിതമായ LDFിൻ്റെയും സർക്കാരിൻ്റെയും നമ്മുടെയൊക്കെ തന്നെ പ്രഖ്യാപിതമായ ആവശ്യമാണ്. പിന്നെ അതിന് മാർഗ്ഗമില്ല, അത് ടെർമിനേഷൻ കൊടുക്കും. നമ്മളിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബാക്കി അയാളുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ എടുത്തിട്ടുണ്ട്, ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിൻ്റെ ബില്ലെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് പൈസ ഒന്നും കിട്ടായില്ല. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഒരു കരാറുകാരന് പണം കിട്ടാണ്ട് അവൻ വെറുതെ ഇരിക്കും. സ്വാഭാവികമായിട്ട് ആലോചിച്ചാൽ മതി, പണം കിട്ടാനുണ്ടെങ്കിൽ. പിന്നെ അവർക്ക് പറഞ്ഞു പോകാനായിട്ടൊരു മാർഗ്ഗം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പൈസ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ 79 കോടി രൂപയിൽ നമ്മൾ ചിലവാക്കാൻ പോകുന്ന പൈസയും കഴിഞ്ഞ് ഇനി ഏതാണ്ട് 30 കോടി രൂപ ബാക്കി കിടക്കുകയാണ്. അത് നമുക്ക് ആവശ്യം വരികയില്ല പൈസ. ആ 30 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ട്, അത് കിഫിയുടെ ഉണ്ട്. ആ പൈസ വേണ്ടാത്ത അതിൻ്റെ എടുത്തപ്പോൾ ആദ്യം കൊടുത്തതിനെക്കാട്ടി കൂടുതൽ ആവശ്യത്തെക്കാട്ടി കൂടുതൽ കൊടുത്തുപോയി. എങ്കിലും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ, ഇപ്പോൾ ഇതിനകത്തൊരു കാര്യം കൂടെ പറയാം, ഒരു ചെറിയ പാലമകത്ത് പണിയാനുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഈ വർക്ക് തീരുന്ന സമയത്ത് അവിടെ ആ സെപ്പറേഷൻ വരുന്ന 2 പ്രോപ്പർട്ടി തമ്മിൽ പാലം പണിക്കേണ്ടി വരും. അത് നമ്മുടെ എസ്റ്റിമേറ്റിനകത്ത് ഇല്ല. ഇപ്പം ചെറിയൊരു പാലം, അത് പരമാവധി കൂടി വന്നാൽ 10, 50, 60 ലക്ഷം രൂപയുടെ ഒരു പാലമാണ്. ആ പാലത്തിനുള്ള പൈസ നമ്മുടെ എസ്റ്റിമേറ്റ് വേറെ തയ്യാറാക്കി, ഇതിൻ്റെ കൂടെ തന്നെ തയ്യാറാക്കി. ഉദാഹരണം ഞാൻ പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ ഒരു സ്ലോപ്പിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ അഡീഷണൽ കണ്ടൻറ്റ് ഏതെങ്കിലും കമ്പോണൻറ്റ് കണ്ടെത്തുകയാണെങ്കിൽ അതിനെല്ലാം പൈസ നമ്മുടെ കയ്യിലുണ്ട്. അത് ഇതുമായിട്ട് റിലേറ്റഡാണ്, കണക്റ്റഡ് അല്ല. അത് വേറൊരു എസ്റ്റിമേറ്റിൽ പോയി പാസ്സാക്കിയിട്ട് ബാക്കി ഇങ്ങനെ ചെയ്യും, അത്രേ ഉള്ളൂ കാര്യം. ഇതൊക്കെ രാജ്യത്ത് നടപ്പാക്കുന്ന രീതികളുടെ രീതിയല്ല, ഇതൊന്നും നമ്മൾ സ്വയം കണ്ടെത്തുന്നതല്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇയാൾ ഇതുവരെ ചെയ്ത വർക്കിൻ്റെ പ്രോഗ്രസ് പരിശോധിച്ചപ്പോൾ പാറ പൊട്ടിച്ചത് ഉൾപ്പെടെ 32% വർക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഒരു വർഷം 2023 8-ാം മാസം കൊടുത്ത് 2025 9-ാം മാസം വരെ സമയം കൊടുത്തിട്ട് അതിനുശേഷം 4 മാസം കൂടെ കാലാവധി ലഭിച്ചിട്ട് പോലും പാറ പൊട്ടിക്കുന്ന ഉൾപ്പെടെ 32% മാത്രം പണി നിർമ്മാണം നടത്തിയ ഒരു കരാറുകാരനെ ഇനി നമ്മൾ സംരക്ഷിക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നലെ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, അവൻ്റെ ഭാഗം നമ്മൾ കേട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ചത്. കാരണം കരാറുകാരൻ്റെ ഭാഗം ഇത് കൂടുതലും കേൾക്കാൻ പറ്റുകയില്ല. പിന്നെ അത് അയാൾ ആരുടെയൊക്കെ ബന്ധുവാണെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, ബന്ധുവും സ്വന്തവും ഇതിനകത്ത് വിഷയമല്ല. നമുക്കൊരു കാര്യമുള്ളൂ, കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ വർക്കെടുക്കുന്ന കരാറുകാരൻ കൃത്യമായി പണി ചെയ്യണം. നമുക്ക് വേറെ ഔദാര്യം വേണ്ട. പക്ഷേ പണി ചെയ്യുന്ന കരാറുകാരന് കാലാവധി കൊടുത്ത് പിന്നെ അല്പം കൂടെ അവകാശം കൊടുത്ത് ഇനി കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായ കുറേ കാലങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ഏതിനകത്തൊരു ഗ്രേസ് പീരീഡ് കൊടുക്കാറുണ്ട്. അതും പ്രകാരമുള്ള പണി ചെയ്തിട്ടും തീരാത്തൊരു കരാറുകാരനെ പിടിച്ച് പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? അവനെ മാറ്റുക എന്നുള്ളത് മാത്രമേ. കാരണം നമുക്കൊരു പ്രഖ്യാപിതമായ ലക്ഷ്യമുണ്ട്. മറ്റുള്ളവരുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഏതറ്റം വരെ പോവുകയും ചെയ്യും. ഇതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഇവനെ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ എസ്റ്റിമേറ്റ് ഇന്ന് ശനിയാഴ്ച മീറ്റിങ്ങാണ്. ഈ ശനിയാഴ്ച നമ്മുടെ ഇതിൻ്റെ പ്രോജക്റ്റ് ഇവാലുവേഷൻ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത ബാക്കിയുള്ള പണിയുടെ എസ്റ്റിമേറ്റുകൾ പൂർത്തീകരിച്ച് പ്രോജക്റ്റ് ഇവാലുവേഷൻ കൊടുത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ കിഫിയിലേക്ക് കൊടുത്ത് നമ്മൾ സാക്ഷ്യം വാങ്ങിക്കും. റീടെൻഡർ ചെയ്യേണ്ടി വരും. അത് നടപടിയുള്ളൂ, വേറെ മാർഗ്ഗമില്ല. റീടെൻഡർ ചെയ്യുമ്പോൾ കുറേ കൂടെ മെച്ചപ്പെട്ട കരാറുകാരെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതോട് നമുക്കിനി ചെയ്യാൻ പറ്റുന്നു. കാരണം ഇത് 1.25 കിലോമീറ്റർ നീളമുള്ള റോഡും ഈ പറഞ്ഞ പോലെ കേവലം 7-8 കോടി രൂപയ്ക്കുള്ളൊരു പാലം കൂടെ തീരാൻ ഈ പറയുന്ന കാര്യമൊന്നുമില്ല. ഇത് വലിയ അത്ഭുതകരമായ സംഭവമൊന്നുമില്ല. ഇപ്പോൾ നല്ല കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം 8-9 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ്. ഇന്ന് ഇവിടെ പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം കൂടെ പറയാം. ഞാൻ എവിടെയോ പറഞ്ഞു 2 മാസം കൊണ്ട് പാലം പണിയാവും. ഞാനൊരു അധ്യാപകനായിരുന്നു. ഞാൻ കഴിവതും അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികളോട് സത്യം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ അസത്യമായൊരു കാര്യം പറഞ്ഞു. ഞാൻ വല്ല ലോകത്ത് ആര് വിചാരിച്ചാലും ഒരു പാലം 20 ദിവസം കൊണ്ട് പണിയാൻ പറ്റുകയില്ല. എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു ഘട്ടത്തിനും പറഞ്ഞിട്ടില്ല 2 മാസം കൊണ്ട് പാലം പണിയാവും. ഓരോന്ന് ഇത് എന്താ പറയുക, സെറ്റാകുന്നതിന് തന്നെ സമയമുണ്ട്.
അങ്ങനെയുള്ള കാലാവധി ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് പാലത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കും. നമ്മൾ ഓരോ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഓരോ പ്രാവശ്യത്തിലെ കാണുന്നത്. പ്രതീക്ഷയോടുകൂടി കാണുന്നതിൻ്റെ കാരണം ഇതെത്രയും വേഗം നമ്മളൊരു കരാറുകാരനെ കൈ കിട്ടി അവനെക്കൊണ്ട് എങ്ങനെയും ജയിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇവിടെ അല്ലാതുള്ള ആരോപണങ്ങൾക്കൊന്നും, കാരണം കാര്യങ്ങൾ പഠിക്കാതെയാണ് പല ആളുകളും ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് എനിക്ക് മനസ്സിലായി. MLA കഴിവുകേടാണ് എന്നൊക്കെ പറഞ്ഞ ചില വാർത്തകൾ ഞാൻ കണ്ടു. MLA എന്ന ആളിൽ നിലയിൽ എനിക്കിത് മോണിറ്റർ ചെയ്യാനുള്ള അധികാരമല്ലാതെ ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ ഒരിടത്തും ഇടപെടാൻ എനിക്ക് അധികാരമില്ല. അതൊക്കെ ചെയ്യാനായിട്ടാണ് 2 ഡിപ്പാർട്ട്മെൻറ്റുകളെ നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ളത്. അവരാണ് ചെയ്യേണ്ടത്. പക്ഷേ അവർ സ്വാഭാവികമായി എല്ലാ ആഴ്ചയും എനിക്ക് റിപ്പോർട്ട് പറയാറുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായി തന്നെ ഈ നാട്ടിലെ MLA എന്ന നിലയിൽ എനിക്ക് അതിനുള്ളൊരു അവകാശവും അധികാരമുണ്ടെന്നാണ് ധാരണ. ഞാനത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ബൈപ്പാസിനകത്ത് MLAക്കെതിരെ ഇടതുപക്ഷ മുന്നണിക്കെതിരെ സർക്കാരിനെതിരെ ആരോപണം പറയുന്നതൊക്കെ സ്വാഭാവികമായ ജനാധിപത്യ രീതി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വിവരാവകാശ നിയമപ്രകാരം എന്തൊക്കെ എടുത്തെന്നാണ് പറഞ്ഞത്. വിവരാവകാശ നിയമപ്രകാരം എടുത്തെങ്കിൽ ഈ സാധനം കിട്ടത്തുള്ളൂ. അല്ലാതെ പണത്തിൻ്റെ കുറവ് കൊണ്ടാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ പ്രശ്നമെന്നൊക്കെ ചുമ്മാ പറഞ്ഞാൽ ഇതൊക്കെ രേഖകളുണ്ട്. അല്ലാതെ ഇവിടെ വന്ന് വെറുതെ പറഞ്ഞിട്ട് പോകാൻ പറ്റിയല്ല. രേഖകളുണ്ട്. പണം ഇനി കിടക്കുക. 1 പാലം കൂടെ പണിയാൻ പൈസ കിടപ്പുണ്ട്. 2 പാലത്തിനുള്ള പൈസ. പിന്നെ ഒരു കാര്യം കൂടി, ഈ നിയോജകമണ്ഡലത്തിൽ MLA എന്ന നിലയിൽ എൻ്റെ പ്രവർത്തനം മോശമാണെങ്കിൽ ഒരു കാര്യമുണ്ട്. ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കുളത്തൂർ മൊഴിക്കുള്ള 18 കിലോമീറ്റർ റോഡ് 85 കോടി രൂപയ്ക്കാണ് ചെയ്തത്. ഇവിടെ കൊണ്ട് റീത്ത് വെച്ചു. അടുത്ത കാലത്ത് ബ്ലക്ക് ബോർഡ് വെച്ചു, മീൻ പിടിച്ചു. ഞാനന്നും പറഞ്ഞൊരു കാര്യം ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, കിഫി വർക്കിൻ്റെതായ ചില സ്റ്റാൻഡേർഡുണ്ട്, മാനദണ്ഡമുണ്ട്. അത് ആ മാനദണ്ഡം അനുസരിച്ചല്ലാതെ ഒരു വിധത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുകയില്ല. അതിൻ്റേതായ സമയമെടുത്തു. ഇപ്പോൾ ഇത് അവിടെ വർക്ക് തുടങ്ങിയപ്പോൾ ആരോ സമരം ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം വർക്ക് തുടങ്ങുകയാണല്ലോ, ഇനി സമരം ചെയ്യുന്നതിന് സമയമുണ്ട്. ചെറുവള്ളി പാലത്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെ വരുന്ന പ്രശ്നം. ഞാൻ അന്നും പറഞ്ഞു ചെറുവള്ളിപ്പാലം വരുമെന്ന് പറഞ്ഞു. ഇല്ല, പണം ഞാൻ വേറെ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ചെറുവള്ളിപ്പാലം പണിതു. അവിടെ കുറേ റീത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അന്ന് റീത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇന്നിവിടെ റീത്ത് വെക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ റീത്ത് വെക്കുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. സമീപ പ്രദേശീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനല്ല, മറ്റു ചില ജനപ്രതിനിധികൾ. അവിടെ കൂടെ റീത്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം വെച്ചാൽ പേട്ട സ്കൂളിലോട്ട് കയറത്തില്ല. അവിടെ ഒരു കെട്ടിടം പണിയാൻ ഞാൻ വളരെയേറെ ആഗ്രഹിച്ചിട്ട് ഇത്രയും കാലമായിട്ട് പണിയാത്തത്, അവിടെ ആ ഒടിഞ്ഞു പറഞ്ഞ് താഴെ പോയത് ഒന്നും മാറ്റി കിട്ടാത്തതുകൊണ്ടാണ്. കാനകുള്ളായം റോഡ് പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി നടപ്പാക്കാനായിട്ട് പോയ 4 വർഷമായിട്ട് വീടുപടിയിൽ നിന്ന് ഏറ്റെടുത്തിട്ട് ഒരു ചെറിയ കല്ല് പോലും അവിടെ വെച്ചിട്ടില്ല. ഹൈവേക്കുഴി ടൂറിസം പദ്ധതിയിലേക്ക് പോകുന്ന റോഡ് പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ നടപ്പാക്കാൻ ആഗ്രഹിച്ചതാണ്. ഒരു ചെറിയ കല്ല് പോലും അവിടെ വെച്ചിട്ടില്ല. ഞാനവിടെ സമരം ചെയ്യുക, പത്രസമ്മേളനം നടത്തി ഇത് ഇന്നയാളുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ജനപ്രതിനിധി അയാളുടെ കഴിവുകേടാണെന്ന് ഞാൻ പറഞ്ഞില്ല. സാങ്കേതികമായ പ്രശ്നങ്ങളായിരിക്കാം, അത് പരിഹരിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാനുള്ളത്. അതിനോടെല്ലാവരും യോജിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ നാട് മുഴുവൻ MLA കുഴപ്പക്കാരനാണ്, MLAയുടെ കഴിവുകേടാണ്, ഈ കുന്നത്തെങ്ങനെ വെള്ളം കോരിയിട്ട് ഇനി കാര്യമില്ല എന്നൊക്കെ പറയുന്നതിന് വലിയ അർത്ഥമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരാൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരിമിതിക്കകത്തുനിന്ന് പിന്നെ 2 ഈ രാജ്യത്തൊരു നിയമവും സംവിധാനവും നടപടിക്രമവുമാണ്. അതൊന്നും മറികടന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ആര് വിചാരിച്ചാലും ചെയ്യാൻ പറ്റുകയില്ല. ഈ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുന്നുള്ളതാണ്. ഞാനിതിനകത്ത് എവിടെയെങ്കിലും നടപടി പിശക് കാണിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ കോടതിയിൽ പോകാം. ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം കേട്ടു. അവർ കോടതിയിൽ പോയാലും ഇതൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇനി അവർക്കറിയത്തില്ലെങ്കിൽ അവർ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടെന്നുള്ളതാണ് എനിക്ക് സംശയം. പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്കെന്താ പ്രശ്നം? കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണെന്ന് പറഞ്ഞാൽ പോലും എനിക്കെന്താ പ്രശ്നം? വർക്കെടുത്ത കരാറുകാരൻ വർക്കെടുത്തിട്ട് പോവുക, അവൻ തീർത്തേച്ച് പോവുക, അവൻ പണം വാങ്ങിച്ച് അവൻ പോവുക, അത്രേ ഉള്ളൂ നമുക്ക് ആവശ്യം. നമുക്കല്ലാതെ ഇതിനകത്ത് വേറെ ഒരു വിധത്തിലുള്ള ഒരു കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. കോംപ്രമൈസ് ചെയ്യുകയാണ്. ഞാൻ ജനപ്രതി ആയിരിക്കുന്നിടത്തോളം കാലം, ഇടതുപക്ഷം വേണ്ടി കേരളം ഭരിക്കുന്നിടത്തോളം കാലം വർക്കിൻ്റെ കാര്യത്തിൽ നിന്ന് ഒരു കോംപ്രമൈസും ആരോടും നമ്മൾ ചെയ്യുകയില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാട്, അല്ലേ? ആ നിലപാട് നമുക്ക് അത്ര അതേ ഉള്ളൂ. അതും അത് നമ്മൾ ചെയ്യും. അത് ഏത് മമ്മ കോൺട്രാക്ടറാണെന്ന് പറഞ്ഞാലും പണി ചെയ്തില്ലെങ്കിൽ പറഞ്ഞു വിടും. അത് ഈ വർക്കെന്നല്ല, ഏത് വർക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ വർക്ക് അധികം ചെയ്യാം. നമ്മളൊന്നും ചോദിക്കുന്നില്ലല്ലോ. നമുക്കൊരു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. വർക്ക് നന്നായി വന്നാൽ മതി. അല്ലാതെ ഇന്നലെ ചെയ്തിട്ട് നാളെ രാവിലെ ഒഴുകിപ്പോകുന്ന റോഡൊന്നും പണിയാൻ നമുക്ക് താല്പര്യമില്ല. അത് ഞാൻ ബാക്കിയിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഒരു റോഡ് അവിടെ പണിതിട്ടുണ്ട്. ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ അല്ല കേട്ടോ, പണി തീർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ അതൊക്കെ അത് ഒരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ, അതിൻ്റെ മേൽഭാഗമൊക്കെ. അതൊന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഇത് ഇവിടെ കിടക്കണം. കാഞ്ഞിരപ്പള്ളിയിലൊക്കെ അത് ഈ ബൈപ്പാസ് ഉണ്ടാകണം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ എന്ത് സംഭവിച്ചാലും കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നമ്മൾ പൂർത്തീകരിക്കും.
അതിനുള്ള ചില തടസ്സങ്ങൾ വന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ നിയന്ത്രണത്തിനപ്പുറത്തുണ്ടായ തടസ്സങ്ങളാണ്. പക്ഷേ അത് പരിഹരിക്കും. ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ ടെൻഡറിലേക്ക് പോകും. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് മറ്റൊരു കരാറുകാരൻ വർക്ക് ഏറ്റെടുത്ത് ഇത് പൂർത്തീകരിക്കാൻ കൂടി വന്നാൽ 5-8 മാസം മാത്രമേ ആവശ്യമുള്ളൂ. അതിൽ കൂടെ സമയമില്ല. കാരണം വെച്ചാൽ ഈ ആ പാറ പൊട്ടിച്ച് മാറ്റണം. പാറ പൊട്ടിക്കാൻ അനുവാദം കൊടുക്കാത്തതിൻ്റെ കാരണം പാലത്തിൻ്റെ പണി കുറേ കൂടെ പ്രോഗ്രസ് ചെയ്യാതെ പാറ പൊട്ടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് നമ്മുടെ ഒരു പോളിസിയുടെ ഭാഗമാണ്. അതല്ലാതെ പാറ പൊട്ടിക്കുക മാത്രമല്ല ബൈപ്പാസ് നമ്പാണ്. ഇതാണ് ഇതിനകത്തെ സത്യാവസ്ഥ എന്നുള്ളത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റ് കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പോൾ ഇന്നിവിടെ സമരമുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തും ജനാധിപത്യത്തിൽ സമരം ചെയ്യാം. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഇതാണ്. ഇവിടെ എവിടെയാണ് MLA എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ചെറിയ ജനപ്രതിനിധി എന്ന നിലയിൽ ഗവൺമെൻറ്റിന് വേണ്ടി ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എവിടെയാണ് എൻ്റെ ഭാഗത്ത് അപാകത ഉണ്ടായതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ആരോപണങ്ങളിൽ യാതൊരു കഴമ്പുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എത്ര കോടി രൂപ കരാറുകാരൻ ഏകദേശം 6 കോടി രൂപ, 30%. അത് അവർ ചെയ്ത വർക്കിൻ്റെ 3 ബില്ലാണ് അവരുടെ പാസ്സാക്കി കൊടുക്കുന്നവർ. അതിൻ്റെ 6 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അല്ല, അവർക്കങ്ങനെ പണം ചെല്ലാനില്ല. ചെയ്ത പ്രവർത്തന പണം ചെല്ലാനില്ല. അല്ലാതുള്ള വർക്കിന് പൈസ കൊടുക്കാനും പറ്റുകയില്ല. പാറ പൊട്ടിച്ചിൽ അകത്ത് കൊണ്ടുപോകുന്ന RBDC, ഇത് ജിയോളജിയുടെ ലൈസൻസ് വേണം. അത് RBDC ആണ് പാറയുടെ ഉടമസ്ഥൻ, അവരുടെയാണ് പാറ. അപ്പോൾ അവർ RBDC ആയിട്ട് ജിയോളജി ആയിട്ട് ബന്ധപ്പെട്ട് പാസ് കൊടുക്കുകയും കരാറുകാരൻ പാറ പൊട്ടിച്ച് പുറത്ത് കൊടുക്കുകയും ആ പണം കൃത്യമായിട്ട് അവൻ ഓൺലൈനിൽ അടയ്ക്കുകയും വേണം. അതിൻ്റെ റോയൽറ്റി അവൻ അടയ്ക്കണം. എന്തോ അതിൻ്റെ വിശദാംശം വേണം ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്കതിനെക്കുറിച്ച് അറിയാം. കാരണം അത് നമ്മുടെ ഒരു നിയന്ത്രണത്തിൽ വരേണ്ട ഒരു കാര്യമല്ല. പാറ പൊട്ടിക്കുന്നത് ജിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന പൈസ, അതിൻ്റെ റോയൽറ്റി അടയ്ക്കണം. അതാണ് സർക്കാരാണെങ്കിലും സ്വകാര്യ വ്യക്തിയാണെങ്കിലും പാറ പൊട്ടിച്ചാൽ ആയത് ആവശ്യത്തിനാണെങ്കിൽ റോയൽറ്റി ഗവൺമെൻറ്റിന് കൊടുക്കണം. അതിനാണ് വാങ്ങിക്കും. ഗവൺമെൻറ് അങ്ങനെ ഗവൺമെൻറ് ലാൻഡിൽ നിന്ന് കരാർ പദ്ധതി അല്ലേ ആ പാറ. അപ്പോൾ പാറയ്ക്ക് എത്ര കോടി രൂപയുടെ വരുമാനം കിട്ടി? പാറയുടെ വരുമാനം സർക്കാർ കിട്ടിയില്ലേ അവർക്ക്? അപ്പോൾ അതിൽ നിന്ന് പണം അടയ്ക്കണം. അത് സീനിയറേജും ഗവൺമെൻറ് ലാൻഡിൽ കിടക്കുന്ന പാറ പൊട്ടിക്കുന്നത് സീനിയറേജും അല്ലാതുള്ളത് റോയൽറ്റിയും കൊടുക്കണമെന്നാണ് ചട്ടം. അത് നിയമമാണ്. അത് ഏത് വർക്കിനും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അതിപ്പോൾ ദേശീയപാതയുടെ ആണെങ്കിലും പൊട്ടിച്ച കാശ് കൊടുക്കണം. അല്ലാതെ പാറ പുറത്തു വിടാൻ പറ്റും. ഇവിടെ വേണേൽ ഉപയോഗിക്കാതിരിക്കും അവർക്ക്. അതേ ഉള്ളൂ. പാറ പുറത്ത് കൊണ്ടുപോകാം. പാറ വിൽക്കാം, അവർക്ക് വിൽക്കാം. പണം അടച്ചിട്ട്, ഇത് അടച്ചിട്ട്. അതിൻ്റെ കണക്ക് ഞാൻ വേണേൽ ചോദിച്ചിട്ട് പറയാം. ഞാനത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. അല്ല, അത് ഗവൺമെൻറ്റിൻ്റെ പൈസയാണ്. ഗവൺമെൻറ് കിട്ടേണ്ട പൈസ. അത് നല്ലൊരു എമൗണ്ട് വന്ന് കാണും മിക്കവാറും. അതിനകത്ത് തന്നെ പ്രശ്നം ഉണ്ടായി. ഞാൻ പിന്നെ അതിനകത്ത് അത് ഞാൻ പറയാൻ വിട്ടു. ഇതിനകത്ത് പാറ പൊട്ടിക്കുന്നതിനകത്തുണ്ടായൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഇഷ്യൂവിനകത്ത് ഞാൻ പോയി ഇടപെട്ടാണ് പരിഹരിച്ചത്. ഞാൻ പറഞ്ഞു നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം പറയാം. അല്ല, അതെന്നാന്ന് വെച്ചാൽ ഞാൻ പാറ പൊട്ടിക്കുന്ന ഈ സീനിയറേജുമായി ബന്ധപ്പെട്ട് അടയ്ക്കുന്നത് ആരാണെന്നൊക്കെ ഒരു തർക്കമൊക്കെ വന്നു. പിന്നെ അവസാനം ആ കാര്യം നമ്മൾ സെറ്റിൽ ചെയ്ത് കൊടുത്തു. ആരാ? RBDC അടച്ചു. അപ്പോൾ അടയ്ക്കുന്ന കാര്യത്തിൽ ചെറിയ തർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ആര് വേണമെന്നുള്ള കാര്യത്തിൽ. അത് പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ ഘട്ടത്തിലും, എനിക്കൊരു ഇതുമായി എത്ര യോഗം കൂടി എനിക്കറിയാം, ഓരോ ഘട്ടത്തിലും നമ്മൾ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ കൃത്യമായി ഇവിടെ വന്ന് അല്ല, അത് കൊണ്ടുപോയതിനകത്ത് ആദ്യത്തെ ചെറിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. അത് പക്ഷേ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ക്ലിയർ ചെയ്തു. പിന്നെ നമ്മൾ ക്യാമറ വെച്ചു. അവിടെ ഒരു 2 വാച്ചർമാരെ വെച്ചു. പിന്നെ സെക്യൂരിറ്റിയെ വെച്ചു. പിന്നെ പുറത്ത് കൊണ്ടുപോകുന്ന ക്യാമറയ്ക്കകത്തവർക്ക് അറിയാം എന്ന് കൊണ്ടുപോകുന്നതൊക്കെ എത്രയാണ്. പാസ് പഞ്ചായത്തിൻ്റെ അവിടെ ആളിനെ വെച്ച് ഇഷ്യൂ ഇട്ട് ആ പാസ് കയറാതെ ഒരിക്കലും ഒരു ലോഡ് പുറത്ത് പോവുകയില്ല. ഇല്ല കാലാവധി അവസാനിച്ചതല്ലേ. ഒരു കാലാവധി അവസാനിച്ചാൽ പിന്നെന്താ ചെയ്യുന്നത്? പിന്നെ നോട്ടീസ് കൊടുക്കുകയുള്ളൂ. കാലാവധി കഴിഞ്ഞാൽ താങ്കൾ കാലാവധി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാൽ താങ്കളെ ഈ ഇടപാടിൽ നിന്ന് മാറ്റുന്നു എന്ന് പറയുന്നത് RBDC ആണല്ലോ ഇതിൻ്റെ മുഴുവൻ. കഴിഞ്ഞ 5-ാം തീയതി കൊടുത്തു കഴിഞ്ഞു. മറുപടി അയക്ക് 20 വരെ തരാം.
വിശദീകരണം 20-ാം തീയതി കൊടുത്തരാം, ഇല്ലെങ്കിൽ നമുക്ക് തീരുമാനം. അല്ലല്ല, താങ്കളെ അത് മാറ്റുന്നതിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തങ്ങൾക്ക് ബോധിപ്പിക്കാമെന്ന് പറഞ്ഞ് നിയമപരമായ ഒരു നടപടിയാണ്. എങ്ങനെ കോടതി പോകുന്നത്? കാലാവധി അവസാനിപ്പിച്ചിട്ട് പണി ചെയ്തായിരുന്നു വെച്ചാൽ കോടതിയിൽ പോയത് പ്രയോജനം? അതിപ്പോൾ ആർക്കും പോവാം. അതെങ്ങനെ വരുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇത് കോടതി വ്യവഹാരത്തിൽ പോയതിൻ്റെ കാരണം പറയാം, എല്ലാം പറയുമ്പോൾ അതുകൂടെ പറയാം. എന്തുകൊണ്ടാണ് ബൈപ്പാസ് താമസിച്ചത് പണ്ട്? അന്ന് രാജ്യത്ത് നിലനിന്നുണ്ടായിരുന്ന നിയമം അല്ല അത് പറയാം, അതൊരു പ്രശ്നമുണ്ട്, ഞാൻ പറയാം. അന്ന് നിലവിലുണ്ടായിരുന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് ആയിരുന്നു 5A എൻക്വയറി എന്ന് പറയുന്നത്. 5A എൻക്വയറി. 5A എൻക്വയറി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ MA ഷാജി ഇവർക്കൊക്കെ അറിയാം. അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിയെ ജില്ലാ കളക്ടർ ഹിയർ ചെയ്യണം, കേൾക്കണമെന്നാണ്. അങ്ങനെ കേൾക്കുന്നതിൻ്റെ അധികാരം ഒരു കാരണവശാലും മറ്റൊരാളിലേക്ക് മാറ്റാൻ കൊടുക്കാനും പാടില്ല. കളക്ടർ തന്നെ നേരിട്ട് കേൾക്കണമെന്നാണ് കൃത്യമായ വ്യവസ്ഥ. മനസ്സിലായില്ലേ? അങ്ങനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ ഏതെങ്കിലും ഘട്ടത്തിൽ 5A എൻക്വയറി വേണ്ടാന്ന് വെക്കാം. എമർജൻസി ക്ലോസ് ഉണ്ട്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എമർജൻസി ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമി കുലുക്കം, പിന്നെ സുനാമി, അല്ലെങ്കിൽ വലിയ യുദ്ധങ്ങൾ. അപ്പോൾ ഭൂമി ഏറ്റെടുക്കാനും സമയം കിട്ടുകയില്ലാത്തതുകൊണ്ട് പാലം പണിയാനും ഒക്കെ ഏറ്റെടുക്കുക. ഇങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം 5A എൻക്വയറി വേണ്ടാതെ അത് സ്ക്വാഷ് ചെയ്തുകൊണ്ട്, അല്ലേ, എമർജൻസി ക്ലോസ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കാമെന്നായിരുന്നു. അന്നത്തെ MLA, ഞാനല്ല അന്ന് MLA, അന്ന് അൽഫോൺസ് കണ്ണന്താനമാണ് MLA. അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അന്ന് ഈ അധികാരം, അതായത് എമർജൻസി ക്ലോസ് വെച്ചുള്ള ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചു. ആ ശ്രമിച്ചതെന്ന് പറഞ്ഞ കാരണം ശബരിമല തീർത്ഥാടന കാലത്ത് കാഞ്ഞിരപ്പള്ളിയിൽ വൻതോതിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നു. അത് എമർജൻസി അല്ല, അത് ദിക്കുകയില്ല. അങ്ങനെ ഭൂമി ഏറ്റെടുക്കാൻ ചെന്നപ്പോൾ അന്നത്തെ ജില്ലാ കളക്ടർ, അന്ന് നിങ്ങൾ ആ ഫയലൊക്കെ പരിശോധിച്ചറിയാം, ഇതെല്ലാം എൻ്റെ റിപ്പോർട്ട്, ജില്ലാ കളക്ടർ ഒപ്പിട്ടിട്ടില്ല. ഒരു ഡെപ്യൂട്ടി കളക്ടറാണ് ഇത് ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഡെലിഗേഷൻ പവർ അനുസരിച്ച് കളക്ടറുടെ അധികാരം ഡെപ്യൂട്ടി കളക്ടർ കൊടുക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസായത് നിയമത്തിനകത്ത്. അത് ചെയ്യാതെ ഡെപ്യൂട്ടി കളക്ടർ ഉത്തരവിട്ട് അവർ കോടതിയിൽ പോയി. കോടതിയുടെ ഒപ്പി വന്നപ്പോൾ കോടതി സ്റ്റേ ചെയ്യാൻ കാരണം എന്താ? ഇത് റൂൾസ് വയലേറ്റ് ചെയ്തിരിക്കുകയാണ്, ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചത്. സ്റ്റേ കിട്ടി. ആ സ്റ്റേ പിന്നെ ഊരിപ്പോരാൻ പറ്റുന്നതാണ് കാലതാമസം ഉണ്ടായതിൻ്റെ കാരണം. അതിന് കൃത്യമായ കാരണമുണ്ട്. ചട്ടം ലംഘിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 2013 ആക്ടും പ്രകാരം 11 നോട്ടിഫിക്കേഷന് മുമ്പ് 30 ദിവസം സമയമുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് 30 ദിവസം പൂർത്തീകരിച്ച ശേഷം മാത്രമേ ലാൻഡിൽ പ്രവേശിക്കാവുന്നതാണ്. അതിനിടയിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ലാൻഡിൽ പ്രവേശിച്ചാൽ 29ാമത്തെ ദിവസം പ്രവേശിച്ചാൽ കോടതി പോകും. കാരണം ചട്ടലംഘനമാകും. അത് നമ്മൾ ചെയ്തില്ല. അതാണ് ഈ എന്ത് കാലതാമസം ഉണ്ടായെന്ന് ചോദിച്ചാൽ 30 ദിവസം പറഞ്ഞിരിക്കുന്നതാവും. അവർ ചട്ടത്തിൽ പറഞ്ഞ് 30 ദിവസം കഴിച്ചേ കയറാൻ പറ്റത്തുള്ളൂ. കരാറുകാരൻ്റെ കൊടുത്ത് കണക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത ദിവസം തരാം, കൃത്യമായ കണക്ക് തരാം. കരാറുകാരൻ്റെ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഓറലായി ചോദിച്ചു. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ്. എത്ര കൊടുത്തു എന്ന് എനിക്കറിയേണ്ട കാര്യം, അത് അവരുടെ ഒരു ഇൻറ്റേർണൽ കാര്യമായതുകൊണ്ടാണ്. പക്ഷേ കരാറുകാരൻ്റെ 3-4 ബില്ലുകൾ പാസ്സാക്കി എന്നോട് പറഞ്ഞു. അത് ഇതുവരെ ചെയ്ത പ്രവൃത്തികളെല്ലാം പണം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ ഒരു ലെയറുടെ പണതല്ലോ, അതുവരെയുള്ള ബില്ലുകളെല്ലാം അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ അങ്ങനെ ഷാജി പറഞ്ഞു പറയാൻ പറ്റുമോ? അല്ല, കോടതി കാരണം പോവാം. കോടതിയിൽ ആരും, പക്ഷെ കോടതിയിൽ എന്താ പറയാൻ പോകുന്നത്? പൈസ കിട്ടാതിൻ്റെ കണക്കില്ലേ, ചെയ്തതിൻ്റെ കണക്കില്ലേ? അത് വേറെ കാര്യം. അങ്ങനെ ചുമ്മാ പണം ഉണ്ടെന്ന് പറയാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ കാലാവധി കഴിഞ്ഞിട്ട് കാലാവധിയിൽ പണക്ക് തീർക്കാത്തതിന് കോടതിയിൽ ചോദിക്കുകയില്ല. നമ്മൾ തമ്മിൽ ഒരു വർക്കിനകത്ത് എഗ്രിമെൻ്റ് വെച്ചാൽ സെക്കൻഡ് പാർട്ടിയുടെ ചുമതല എന്താ? ആ സമയത്തൊരു പണി തീർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കാതെ കോടതിയെ സമീപിച്ചാൽ കോടതി കണ്ണടച്ചങ്ങ് സമ്മതിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് വരുന്ന സമയത്ത് കാണാം. പക്ഷേ ഞാൻ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ നിശ്ചിതമായ കാലാവധിയിൽ സമയബന്ധിതമായ ആളും വെക്കാതെ, മെറ്റീരിയൽസും ഇല്ലാതെ, ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സും ഇല്ലാതെ ഒരു വർക്കെടുത്ത കരാറുകാരനെ അനിശ്ചിതമായി തുടരാൻ നമ്മൾ അനുവദിച്ചാൽ, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇയാൾ തന്നെ തുടരട്ടെ, നമുക്ക് ഇങ്ങനെ നീട്ടി കൊടുക്കാം. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഇട്ട് എങ്ങനെ നടക്കൂ? എന്നും നടക്കുകയില്ലല്ലോ. അതിനെക്കാട്ടി നല്ല ഏതാ? സ്വാഭാവികമായിട്ടും അടുത്ത മാർഗം, ഏറ്റവും അടുത്ത
അടുത്ത നിയമപരമായി ചെയ്യാവുന്ന കാര്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഇന്നലെ പറഞ്ഞൊരു കാര്യം കൂടെ പറയും. ഇന്നലെ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, കരാറുകാരനുമായി വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഏതാണ്ട് അത് അവസാനിപ്പിച്ചിട്ട് പണി മുമ്പോട്ട് പോകണം. അപ്പോൾ കരാറുകാരനോട് ഇത്രമാത്രം താല്പര്യം നമുക്ക് താല്പര്യമൊന്നുമില്ല. വർക്ക് ചെയ്ത കരാറുകാരാണെങ്കിൽ നമ്മൾ എന്ത് വേണം വിട്ടുവീഴ്ച ചെയ്യും. നിങ്ങളൊരു കാര്യം നോക്കുക, 36 കോടി രൂപയുടെ പ്രവൃത്തി പിന്നെ കങ്ങഴ പഞ്ചായത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, 2 മാസം കൊണ്ട് തീരുക. പത്തനാട് ഇടയിരിക്കപ്പുഴ റോഡ് 36 കോടി രൂപയുടെ വർക്ക് കിഫിയുടെ വർക്കാണ്. രാജീവ് മാത്യു എന്ന് പറയുന്ന കരാറുകാരനാണ് എടുത്തിരിക്കുന്നത്. ആ വർക്ക് പോയി കാണണം. എത്ര ആളിനെ വെച്ച് എത്ര ദിവസം കൊണ്ടാണ് തീർക്കുന്നറിയാവും. പണി തീരുന്ന നമ്മൾ ഇന്ന് കണ്ടിട്ട് നാളെ വരും. അല്ല, കാഞ്ഞിരപ്പള്ളിയോട് അവഗണന കാണിച്ചൊരു പോയിന്റൂടെ ഞാനത് പറയാതെ വിട്ടേക്കാന്ന് വിചാരിച്ചാണ്. എൻ്റെ നിയമസഭാമണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ കണക്കെടുക്കാം. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന് ഞാൻ കൊടുത്തിടത്തോളം ഫണ്ട് വിവിധ മേഖലകളിൽ പറയട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് വിട്ടിരിപ്പുണ്ട്. വിവിധ മേഖലയിൽ ഏതെങ്കിലും പഞ്ചായത്തിന് കെട്ടിടം പണിയാൻ പഞ്ചായത്ത് ഓഫീസിന് 3.5 കോടി രൂപ, ഒരു MLA കിട്ടുന്ന 5 കോടി രൂപ ഒരു വർഷം ആസ്തി വികസന ഫണ്ട്. അത് ഈ ഒരുപാട് ആവശ്യങ്ങൾ കൊടുക്കുന്നതാണ്. പക്ഷേ കാഞ്ഞിരപ്പള്ളി പോലൊരു പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത് നല്ലൊരു പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാകണമെന്നും നാളെ ഒരു മുനിസിപ്പാലിറ്റി ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് 5 കോടി രൂപ കിട്ടുന്ന ഒരു MLA ആരും കേരള സംസ്ഥാനത്ത് കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. കൊടുത്തിട്ടില്ല. 3.5 കോടി രൂപ പഞ്ചായത്ത് ഓഫീസ് പണിയാൻ ഞാൻ കൊടുത്തില്ലേ? അതെന്താ കാണാത്ത? കാഞ്ഞിരപ്പുഴ അവഗണന ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യൂ. ഞാനൊരു ദീർഘവീക്ഷത്തോടെ ചെയ്തു. നാളെ മുനിസിപ്പാലിറ്റി ആകും. ഇത് എന്താണ് അന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ കോഴിക്കുത്തി പാലം പോയെന്ന് പറഞ്ഞു. 32 കോടി രൂപ കോഴിക്കുത്തി പാലത്തിന് കൊടുത്തു. ഈ പഞ്ചായത്തിലെ ആവശ്യപ്പെട്ട മുഴുവൻ റോഡുകൾക്കും, അതായത് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അനുവദിച്ച വെള്ളപ്പൊക്ക ദുരിതാശ്വാസ 32 കോടിയാണ്. 32 ലക്ഷം, സോറി, 32 ലക്ഷം. ഞാൻ ഈ കോടി പറഞ്ഞ് മൊത്തം കോടിയായി പോവുക. 38 ലക്ഷം, അതെ, സോറി. ഈ കഴിഞ്ഞ പ്രാവശ്യം 22 റോഡുകൾ എനിക്ക് ഫ്ലഡ് വർക്ക് കിട്ടി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ മാത്രം കൊടുത്ത ഫ്ലഡ് വർക്ക് എത്രയാണെന്ന് അറിയാം? 17 വർക്ക്. ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തിനും കൊടുത്ത 5 വർക്ക്. അല്ലേ പ്രസിഡന്റ്? ചോദിച്ചു നോക്ക്. ഇവിടെ കാണുന്ന ഈ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾക്കാകട്ടെ പാലത്തിലാകട്ടെ ഇനിയും 1.5 കോടി രൂപ മുടക്കിയത് ഇവിടെ ചെക്ക് ഡാമിൻ്റെ അവിടെ രാവിലെ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. 1.5 കോടി രൂപ ചിലവിലാണ് കെട്ടിയിട്ട് മറ്റേ ടൈലും എല്ലാം പാകി വൈകുന്നേരം ആൾക്കാർക്ക് വന്നിരിക്കാൻ വേണ്ടി ചെയ്തിട്ടിരിക്കുന്നത്. കൊഴുകുത്തി പാലത്തിനെതിരെ വൈകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തു പോയി, അയാളുടെ കുഴപ്പമാണോ? മഴ പെയ്തു പോകും, അയാളുടെ കുഴപ്പമാണോ? ഇത് ഞാൻ പറഞ്ഞത് ഈ കാഞ്ഞിരപ്പള്ളിയോട് അവഗണന എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ തലത്തിലും ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ പ്രധാനപ്പെട്ട വിഷയം ഇവിടുത്തെ PWD റോഡുകൾ ഏത് റോഡാണ് മോശമായിട്ടുള്ളത്? ഒരു റോഡും ഇല്ല. അതായത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. കാഞ്ഞിരപ്പള്ളി അവഗണന എവിടെ ഉണ്ടായത്? 26 മൈൽ പാലം അപ്പോൾ അതിന് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയിലേക്ക് പോവുകയാണ്. ഈ മണ്ഡലത്തിന് ഏറ്റവും അതിർത്തിയിലുള്ള ഒരു വർക്കാണ്. ഇവിടെ ഈ കാണുന്ന വർക്കിനകത്ത് ഞാൻ കാഞ്ഞിരപ്പള്ളിയോട് കാണിച്ചിട്ടുള്ള ഒരു പരിഗണന വേറെ ആരും കാണിച്ചു നീക്കുവാനോ മുൻകാലങ്ങളിൽ കാണിച്ചിട്ടില്ല. 52 കോടി രൂപ പരമാവധി. ബാക്കി പൈസ അവിടെ കിഫി എന്ന് പറയുന്നത് പണം തരുന്ന ഒരു ഏജൻസിയാണ് സർക്കാരിൻ്റെ. ആ പണം കിഫിയുടെ ഇരിക്കും, അവർ വേറെ ആവശ്യത്തിന് കൊടുക്കും. അത് കേരളത്തിലെ എല്ലാവർക്കും അങ്ങനെ. എസ്റ്റിമേറ്റിൽ കൂടുതൽ തുക വരികയാണെങ്കിൽ, അത് 78 കൂടുതൽ വന്നാൽ പിന്നെ കിഫിയുടെ ബോർഡ് കൂടി അനുവാദം അങ്ങനെ എല്ലാ തുകയ്ക്കും അങ്ങനെയല്ലേ. ഇപ്പോൾ ഈ വർക്കിന് 89 കോടി രൂപയായിരുന്നു അത് പ്രതീക്ഷ. ചില അപ്രോക്സിമേറ്റ് ചിലവ് ആദ്യം അവർ അനുവദിക്കുക, അത് ഭരണാനുമതി കൊടുക്കുന്നത് അങ്ങനെ. ഇപ്പോൾ എൻ്റെ വേറൊരു വർക്കിന് ഭരണാനുമതി തന്നിരിക്കുന്നത് 25 കോടി രൂപയ്ക്കാണ് വേറൊരു വർക്കിന്. ആ 25 കോടിക്ക് അത് നിൽക്കുകയില്ല. അതിപ്പോൾ ഞാൻ ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് ഒരു 30 കോടിയിലെ തീരത്തുള്ളൂ. അപ്പോൾ ആ 5 കോടിക്ക് ബോഡി വെച്ച് പാസ്സാക്കണം. പുതിയ ടെൻഡറിനകത്ത് പുതിയ 2021 പുതിയ DSR നിലവിൽ വന്നല്ലോ.
2018 DSRM പ്രകാരമായിരുന്നു എനിക്ക് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ചെയ്യുന്ന എല്ലാവർക്കും പുതിയ DSRM പ്രകാരമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ചെറിയ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. ചെറിയ വേരിയേഷൻ വന്നാലും നമുക്ക് പൈസ നമ്മുടെ കയ്യിലുണ്ട്. ഇല്ല, അത് അങ്ങനെയില്ല. അത് RBD, അതിൻ്റെ ഉത്തരവാദിത്തം RBDCക്കാണ്. RBDCക്കാണ്. അത് അവർ കൃത്യമായി മോണിറ്റർ ചെയ്തിരിക്കുന്നതാണ്. അത് പ്രശ്നമില്ല. ചോദിച്ചത് ശരിയാണ്, മനസ്സിലാണ്. പക്ഷേ അത് വരികയില്ല. രണ്ടാമത്തെ കാര്യം, റീടെൻഡർ ചെയ്യാനുള്ള എസ്റ്റിമേറ്റ് 2-3 ആഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പരമാവധി ഒരു 2 മാസം, ഈ മഴക്കാലത്തിന് റീടെൻഡർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അടുത്ത സീസൺ. ടെർമിനേഷൻ നോട്ടീസാണ്. ടെർമിനേറ്റ് ചെയ്യാമെന്നേ. കാലാവധി കഴിഞ്ഞാൽ പണി ചെയ്തിട്ടില്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. കാലാവധിക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് ഒഴിവാക്കപ്പെടണമെങ്കിലാണ് ഒരുപാട് നടപടിക്രമങ്ങളിൽ ചോദ്യം ചോദിച്ച് പല നോട്ടീസും കൊടുത്ത് നിങ്ങളെ, അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് മറുപടി കൊടുക്കുക. ഇങ്ങനെ പറയുന്ന സമയമുണ്ട്. കാലാവധി അവസാനിച്ചാൽ തീർന്നില്ലേ. അല്ലെങ്കിൽ തന്നെ കാലാവധി എഗ്രിമെൻറ്റിനകത്ത് ഒരു പറയുന്നൊരു വാചകമുണ്ട്. ഇവർക്കൊക്കെ ചെയ്യാം, പറയാം. ഇത് ടെർമിനേഷൻ്റെ ടൈമുണ്ട്. അതായത് ഈ സമയത്തുള്ളിൽ അങ്ങനെ പറയില്ല. സമയം കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി യു വിൽ ബി ടെർമിനേറ്റഡ് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ കൊടുത്ത ഔദാര്യമാണ് 4 മാസത്തെ. നോട്ടീസ് 5-ാം തീയതി കൊടുത്തത് കൈപ്പറ്റിട്ടുണ്ടോ? കൊടുത്തു കഴിഞ്ഞു. ആര് പറഞ്ഞു? ഏത് ദിവസം പറഞ്ഞു? അല്ല, ആരാന്ന് പറഞ്ഞു? ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞിരുന്നേ ഉള്ളൂ. ഇന്നലെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ഈ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് KM എബ്രഹാം സാറാണ്. 5-ാം തീയതി കൊടുത്തിട്ടുണ്ട്. അതെ തോമസ്, എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഉദ്യോഗസ്ഥന്മാർ തരുന്ന വിവരമല്ലേ ഞാൻ പറയുന്നത്. ഇന്നലത്തെ മീറ്റിങ്ങിൽ അവർ പറഞ്ഞതേ 20-ാം തീയതി കാലാവധി അവസാനിക്കാം. നോട്ടീസിൻ്റെ കോപ്പി തരുമല്ലോ. കിട്ടും. ഞാനോ ഇപ്പം നേരെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് കള്ളം പറയുമോ? കൊടുത്തിട്ടില്ല, കൊടുത്ത കാര്യം കൊടുത്തില്ലെന്ന് പറയാൻ പറ്റും. അല്ല, അത് മെയിലല്ലേ ചെയ്യുന്നത്. അയാളെ കേൾക്കാൻ സമയമാണ്. അയാൾ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ പറയാം. എൻ്റെ കാരണം പറയാം. 3 പില്ലർ പണിയാൻ സ്ഥലം കിടപ്പുണ്ട്. ആ 3 പില്ലർ പണിതെടുത്ത് കണ്ടില്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. അടിയത്തെ അപ്പാർട്ട്മെൻറ്റ് പണിതു, അങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഇത്രയും വലിയൊരു ഈ ജംഗ്ഷനിൽ ഒരു വലിയ കുഴി കുഴിച്ചിട്ടപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. ഇവിടെ കുഴി കുഴിക്കണമെങ്കിൽ എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഇറക്കിയിട്ട് പണി തുടങ്ങാനുള്ള സംവിധാനം അല്ലാതെ കുഴി കുടിച്ചിട്ടേച്ച് പോയി വല്ലൊരു കാര്യത്തിൽ പോയി വീണാൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ കാര്യമാണ്. 3 തീർക്കാൻ കിടക്കുമ്പോൾ പിന്നെ ഇവിടെ കൂടെ കുഴിക്കണം നിർബന്ധം എന്താ? ഞാനത് പറഞ്ഞു, ബാലിശമായ ആരോപണങ്ങളാണ് പറയുന്നത്. അപ്പുറത്തെ തീർക്കാൻ കിടക്കുക. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാം എത്ര പ്രാവശ്യം ഞങ്ങൾ സൈറ്റിൽ പോയി നിന്ന് കാണിച്ചു കൊടുത്താൽ ഇവിടെ വെള്ളം കയറും. ഇവിടെ വരുന്നത് എന്തോ ഒരു പട്ടേലാണ്. അയാൾ പറയുന്നത് ഞാനാണ് കമ്പനിയുടെ ഒരാളെ, ഒരു 4-5 പേരുടെ കമ്പനിയാന്ന് തോന്നുന്നു. നമുക്ക് മറ്റ് ബാങ്കിലും ഇവിടെ വരുന്ന അയാളെ മാത്രം നമുക്കറിയാം. പിന്നെ അയാളുടെ വേറൊരാളുടെ ഒപ്പം ഉണ്ട് അല്ലേ? അവർ 2 പേരെ അവിടെ എപ്പോഴും ഉള്ളത്. എല്ലാ മാസവും ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും കൂടെ ചർച്ച തന്നെ. വിചാരിച്ച ദിവസം ഞങ്ങളവിടെ ചെല്ലും. ഈ ചർച്ചയെന്ന് പറഞ്ഞാൽ വലിയ മീറ്റിംഗ് ആയിട്ടൊന്നും അല്ലെന്നേ. ഇവരോട് പറഞ്ഞ് നമ്മൾ മടുത്തു. എല്ലാ ദിവസവും പോയി പറയും. അവരോരോ ആവശ്യം പറയും. അതെല്ലാം സാധിച്ചു കൊടുക്കും. പഞ്ചായത്തിൻ്റെ ചുറ്റുവിടണമെന്ന് പറഞ്ഞു, അങ്ങനെ സ്ഥലം കൊടുത്തു. പിന്നെ ഇവിടെ സ്ഥലം വേണമെന്ന് പറഞ്ഞു, അവരുടെ സ്ഥലം എടുത്തു കൊടുത്തു. നമുക്ക് ഒരു കരാറുകാരൻ വന്നാൽ ചെയ്യാൻ പറ്റുന്നത് എന്താ? അടിസ്ഥാനപരമായി അവന് ഈ നാട്ടിൽ പരിചയമില്ലാത്തതുകൊണ്ട് മറ്റ് സൗകര്യങ്ങൾ സാഹചര്യം കൊടുത്ത ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണ് കടയിൽ നിന്ന് സാധനം എടുത്ത് കൊടുക്കാമെന്ന് അല്ലേ? വേറെ പറഞ്ഞത് ലോക്കൽ പർച്ചേസിന് എടുത്ത് കൊടുക്കാൻ നിങ്ങൾ പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അങ്ങയുടെ ഗ്യാരണ്ടിയുടെ പുറത്ത് ഇത് കാര്യം നടത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചത്. അതിക്കുള്ളിൽ ആര് ചെയ്യും? അത്രയും ഹെൽപ്പ് ആര് എവിടെ ചെയ്യുന്നത്? എന്നിട്ട് അയാൾ എന്നോട് ആദ്യകാലത്ത് പറഞ്ഞു, ഞാൻ പോയി പണിതെടുത്തൊക്കെ കിട്ടുന്നതിനെക്കാട്ടി ഭയങ്കര സപ്പോർട്ടാണ്, പൊളിറ്റിക്കൽ സപ്പോർട്ടാണ്, മറ്റ് സപ്പോർട്ടാണെന്നൊക്കെ എന്നോട് ആദ്യം പറഞ്ഞു. കാരണം എല്ലാവരും ഈ പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരും ഇവരെ സഹായിക്കാൻ തയ്യാറായിട്ടാവുന്നു. ആരും ഇതിനകത്ത് പ്രത്യേകിച്ച്, കാരണം ഇവിടുത്തെ ഒരു കോമൺ പ്രശ്നമാണ്, എങ്ങനെ ഇത് തീർക്കണം എന്നുള്ളൊരു പൊതു ആവശ്യമുണ്ട്. അല്ലാതെ ഇതിനകത്ത് വലിയ രാഷ്ട്രീയമൊന്നുമില്ല. നമ്മളിതൊന്നും വലിയ രാഷ്ട്രീയമായിട്ടൊന്ന് കട്ടെടുത്ത് തെരഞ്ഞെടുപ്പിൽ പാലം പണിത് വോട്ട് വാങ്ങിക്കുക അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് അതിനകത്തൊരു
ഈ പ്രോജക്റ്റുകളെല്ലാം നടപ്പാക്കുന്നത് വോട്ട് പ്രതീക്ഷിച്ചാണ്. ഇനിയിപ്പോ 20-ാം തീയതിക്ക് വല്ല ചർച്ചയ്ക്ക് വല്ലതും വരികയാണെങ്കിൽ അത് വല്ലതും ഉണ്ടോ? അത് അവരുടെ ലെവൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, MLA എന്ന നിലയിൽ എൻ്റെ ഇടപെടലിനുള്ള ഒരു സാധ്യത എന്നോട് അവർ ചോദിച്ചു എന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു ബൈപ്പാസ് നടക്കണമെങ്കിൽ ഈ കരാറുകാരനെ കൊണ്ട് പറ്റുകയില്ല. അയാളുടെ രീതിയും മറ്റും ഒരു 1.5 വർഷക്കാലം നമ്മൾ ഇത്രയും കാലം കൊണ്ട് ഒരാളിനെ പഠിക്കാനൊക്കെ പറ്റും. ഞാൻ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചൊരു അധ്യാപകനാണ്. എനിക്ക് ഒരാളിനെ പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് സമയമൊന്നും വേണ്ട. തുടക്കത്തിലെ ഞാൻ പറഞ്ഞു ഈ രീതിയിൽ പോയ രീതിയില്ല. ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. പിന്നെ ബാക്കി എടുക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനങ്ങോട്ട് വാശി പിടിക്കുന്നതല്ലോ. ഞാൻ എന്നോട് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം പറയും, ഈ കരാറ് എന്നെ കൊണ്ട് നടക്കുകയില്ല എന്നുള്ള കാര്യം പറയും. അത്രേ പറ്റും. അല്ല, അതിപ്പോൾ ജോസിയേട്ടൻ ഞാനിപ്പോൾ ഇവിടെ കൃത്യമായി പറഞ്ഞല്ലോ. ഇത് വെറുതെ ഇതൊന്നും ഞാൻ ഉണ്ടാക്കുന്ന രേഖകളല്ല. ഇതിനകത്ത് 79 കോടി രൂപ ഭരണാനുമതി, FS സാങ്ഷൻ, ഭരണാനുമതി അങ്ങേർക്കറിയാമല്ലോ. അദ്ദേഹം കോളേജ് അധ്യാപകനാണ്. ഈ എന്താണ് FS എന്നും AS എന്നും ഒക്കെ അങ്ങേർക്കറിയാം. ഭരണാനുമതി ആദ്യം കൊടുക്കും, അതിനുശേഷം കൊടുക്കുന്നതാണ് ധനാനുമതി, അതായത് ഫിനാൻഷ്യൽ സാങ്ഷൻ. അതിനുശേഷം കൊടുക്കുന്നതാണ് സാങ്കേതിക അനുമതി, ടെക്നിക്കൽ സാങ്ഷൻ. അതിനുശേഷമാണ് എഗ്രിമെൻ്റ് വെക്കുക. ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അത് പറഞ്ഞത് നന്നായി. ഇന്നലെ എന്താ പറഞ്ഞേ, ഈ പലതവണ കോട്ട് ചെയ്തിട്ട് ടെൻഡർ ചെയ്തിട്ട് ഒരു കാര്യമുണ്ട്, പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ദയവായിട്ട്. കാരണം എന്താ വെച്ചാൽ ഇതാരാ പറഞ്ഞത്, ആദ്യത്തെ കൊട്ടേഷൻ തന്നെ ഇത് ടെൻഡർ എടുത്തു, ഇത് റീടെൻഡർ ചെയ്ത് വന്നില്ല. ഇന്നലെ ഇവിടെ പറഞ്ഞത്, പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, പലതവണ ടെൻഡർ ചെയ്തിട്ടും എടുക്കാൻ ആളില്ലാതെ പോയത് പണമില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾ പരിശോധിച്ചു, ആദ്യത്തെ ടെൻഡറിൽ തന്നെ വർക്ക് എടുത്തതാന്നേ, അല്ലാതെ രണ്ടാമത് കൂട്ടിയതിന് പോലും വന്നില്ല. ഇങ്ങനെ ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് അധ്യാപകനാണല്ലോ, അധ്യാപകർ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. ശരിയല്ല. കാരണം നമ്മൾ സമൂഹത്തിന് മുമ്പിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് നേട്ടത്തിനോ വേണ്ടി ഒരു കള്ളം പറഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് തെറ്റായ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ നാളെയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് എനിക്ക് ഫാക്ച്വലായ കാര്യങ്ങളല്ലാതെ ഒരു കാര്യവും എനിക്കറിയാൻ വയ്യാത്ത കാര്യം. ഞാൻ അതുകൊണ്ടാണല്ലോ എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് നമ്മുടെ അജീഷ് ഞാൻ മറുപടി പറയാൻ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ആ കണക്കെൻ്റെ ഇല്ല. പക്ഷേ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ പൈസ വല്ലതും കൊടുക്കാനുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇവിടെ വരുന്നതിന് മുമ്പ്. ഇപ്പോഴും ഞാൻ രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പണമൊന്നും കൊടുക്കാനില്ല, അവരുടെ വർക്കിൻ്റെ പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ടോ. എനിക്ക് അത്രേ അറിഞ്ഞാൽ മതി. കാരണം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കാത്തത്. പക്ഷേ അത് ഞാൻ അറിയാം എത്ര രൂപ കൊടുത്തെന്നും എത്ര രൂപ ആ വർക്കിൻ്റെ ക്വാണ്ടിറ്റി അവരുടെ ഉണ്ട്. ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കുകയായിരുന്നു. കാരണം ഇതിന് ഒരുപാട് യൂണിറ്റുകളുണ്ട്. അവരൊക്കെ ഇവിടെ നിന്ന് പരിശോധിച്ചിട്ട് ഇതിനെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ അങ്ങനെ കൊടുക്കത്തുള്ളൂ. ഇത് വളരെ സുതാര്യമായൊരു പ്രവർത്തനമാണ്. ഈ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഏത് വർക്കുകളും സുതാര്യമായ പ്രവർത്തനമാണ്. ഇതിനകത്ത് യാതൊരു കൃത്രിമവും ഇതിനകത്തില്ല. നമുക്ക് വേറെ താല്പര്യങ്ങളുമില്ല. പക്ഷേ നിക്ഷിപ്തമായ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പുറകിൽ ആരെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞാനൊരു കാര്യം കൂടി, ഫേസ്ബുക്കിലും വാട്സപ്പിലും രാഷ്ട്രീയം കണ്ട് MLA ആയ ഒരാളല്ല ഞാൻ. എനിക്കതിനകത്ത് താല്പര്യമില്ല. ഞാൻ ഈ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഞങ്ങളുണ്ട്. ഇടതുപക്ഷ മുന്നണിയും ഞങ്ങളും എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഫേസ്ബുക്ക് രാഷ്ട്രീയം കൊണ്ടൊന്നും ഞങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നില്ല. അത് കമൻ്റ് ഇടുന്നവർ ഇട്ടോട്ടെ. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. അത് ഞങ്ങൾ ലക്ഷ്യം വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ട് ഇത് ഇപ്പം നമുക്ക് റീടെൻഡർ ചെയ്താൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്നാ ഉണ്ട്, റോഡ് പണി ഇത്രയേ ഉള്ളൂ, ഈ ഒരു പാലം പണിയുന്ന കാര്യമുള്ളൂ. ഈ പറയുന്ന സമയമൊന്നും വേണ്ട, തീർക്കാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. മുമ്പേ പറഞ്ഞ പോലെ ഈ എപ്പോഴാണ് ഓരോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റും. ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. ഇത് പൊട്ടിച്ചിട്ട് പാറ പൊട്ടിച്ചിട്ട് അവിടെ മുഴുവൻ ലെവൽ ചെയ്യാനുണ്ട്, സൈഡ് കെട്ടാനുണ്ട്, പിന്നെ ഇവിടുത്തെ റൗണ്ടാനയുടെ വർക്കുണ്ട്. ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിലത്തെ വേറെ ഒന്നുമില്ല. സന്തോഷം. ഇതൊക്കെയാണ് ഇത് യാഥാർത്ഥ്യങ്ങൾ.